ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി, അദ്ദേഹം എങ്ങനെയുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫിലിം ലോകം മുഴുവൻ ഒരു കലക്കിയ സിനിമയാണ്. ഇദ്ദേഹം എങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർ ആണെന്ന് വെച്ചാൽ അദ്ദേഹം മുംബൈയിൽ തനിക്കുന്നൊരു സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ്. പ്ലീസ് വെൽക്കം ഗദറിന്റെ താരാ സിംഗ്, സണ്ണി ദിയോൾ. സണ്ണി, താങ്കളുടെ കണ്ണിൽ കണ്ണുനീരാണ് കാണുന്നത്. താങ്കൾക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ സ്നേഹം ലഭിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഈ ജനങ്ങളുടെ സ്നേഹം ഉണ്ടല്ലോ, ഞാൻ ചെയ്തതിനൊക്കെ ഒരു വല്ലാണ്ട് സന്തോഷപ്പെടുക. ഇതിന് ഞാൻ അർഹതപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. പിന്നെ കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഞാൻ റെസ്റ്റ് എടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം. എനിക്കതുകൊണ്ട് ജനങ്ങൾ എൻ്റെ സിനിമ ഗദറിൻ്റെ മേത്ത് നല്ലപോലെ സ്നേഹം തന്നിട്ടുണ്ട്. അവർ പ്രൂവ് ചെയ്തു എൻ്റെ മേത്ത് എന്തോ ഒരു സ്നേഹം അവർക്കുണ്ടെന്നുള്ള കാര്യം. അവരിത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് എന്താ കേട്ടെന്ന് വെച്ചാൽ, എൻ്റെ പടത്തിന് പ്രമോഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ പോയതായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് എൻ്റെ മേത്ത് എന്തോ ഒരു സ്നേഹം ഉണ്ടെന്ന് വെച്ചാൽ അത് കേട്ട് ഞാൻ സത്യത്തിൽ അങ്ങോട്ട് ഇളകിപ്പോയി മൊത്തത്തിൽ. പിന്നെ എന്നെക്കൊണ്ട് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ സിനിമയുടെ റിലീസ് സമയത്താണ് ഞാൻ അറിയുന്നത് എൻ്റെ സിനിമയുടെ ടിക്കറ്റൊക്കെ ഒരുപാട് സെയിലാവുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ 4 സൈഡിലും വലിയൊരു ആഘോഷം പോലെയായിരുന്നു, ഒരു ഫെസ്റ്റിവൽ പോലെ. അപ്പോൾ എനിക്ക് അറിയില്ല, എൻ്റെ അകത്തെന്തോ ഒരു ദൈവം ഇരിക്കുന്ന പോലെയായിരുന്നു എനിക്ക്. അപ്പോഴാണ് ഞാൻ എങ്ങനെ ജനങ്ങളുടെ കൂടെ ഇങ്ങനെ ഫ്ലോട്ട് ആവുന്നത് എനിക്കറിയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. വളരെ ജനങ്ങൾ ഇങ്ങനെയാണ് പിക്ചർ ഇത്ര ഹിറ്റാവുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സത്യം പറയണമെങ്കിൽ പിക്ചർ അല്ലാണ്ട് ഞാനും കൂടെയാണ് ഹിറ്റായിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ജനങ്ങളെല്ലാം നല്ലപോലെ ആഘോഷിക്കുന്നു. ഇതുപോലത്തെ ഒരു ഫീലിംഗ് പിന്നെയും ജീവിതത്തിൽ വരുമെന്ന് പോലും എനിക്കറിയത്തില്ല. മറ്റൊരു പ്രാവശ്യം എനിക്കിത് കിട്ടുമെന്നും ഒട്ടും തന്നെ ഒരു പിടിയും ഇല്ല. എങ്ങനെയുള്ള ഫീലിംഗ് ആണെന്ന് ആർക്കും അറിയാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ താങ്കളുടെ മിട്ടി പടം അത്രയ്ക്ക് ഹിറ്റാവുമോ? നോക്കൂ, ഞാനിങ്ങനെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. കാരണം ഗദർ വന്നപ്പോൾ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അതായത് ഞാൻ ഇൻഡസ്ട്രിക്ക് ഓബ്വിയസ്ലി എതിരൊന്നുമല്ല കേട്ടോ. ഇൻഡസ്ട്രിക്കകത്ത് അത്രയും നല്ല സ്നേഹമുണ്ട് ശരിക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിക്ചർ താഴോട്ടാക്കാൻ, അതായത് ഫെയിലിയാക്കാൻ നോക്കുമ്പോൾ ജനങ്ങളതൊരു കൊടി പോലെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ് മുകളിലോട്ട്. ജനങ്ങൾ ആ ഗദറിനെ ഒരു കൊടിയാക്കി മാറ്റി. ജനങ്ങളുടെ മനസ്സിൽ മറക്കാൻ പറ്റാണ്ടായതുണ്ട്. ആ സമയം അത് എങ്ങനെ പ്ലേസ് ആയെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോലും നിൽക്കാണ്ടിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. പിന്നെ ഈ സമയത്ത് ബിക്കോസ് ആ സമയത്ത് എനിക്ക് ഡിജിറ്റൽ വേൾഡിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. ആ സമയത്ത് എന്തൊക്കെയാന്ന് ശരിക്കും പറയണമെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോലും വലിയ പ്രൊമോഷൻസ് ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾ അടുത്ത പടത്തിന്റെ സെറ്റിലോട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി പോയേക്കും. ഈ വട്ടം ഈ ഫിലിം ഞങ്ങളിത് എത്രയോ പ്രാവശ്യം ആലോചിച്ച കഥയാണ്. ശരിക്കും പറയണമെങ്കിൽ ഡയറക്ടർ സാർ പാർട്ട് 2 എങ്ങനെ ചെയ്യാൻ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് വേണ്ട, ഇത് ഓൾറെഡി ഇത്രയും പേർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ. സോ ഇതിന് ശേഷവും ഇതിന്റെ പാർട്ട് 2 ആണെങ്കിൽ ജനങ്ങൾക്ക് ഓൾറെഡി ഇത് തന്നെ ഇത്രയും ഇഷ്ടപ്പെട്ടതല്ലായിരുന്നോ. ഒരുപക്ഷെ നന്നായില്ലെങ്കിൽ ജനങ്ങൾക്കത് ഒരു വെറുപ്പായി മാറും. പിന്നെ ഇങ്ങനെ തന്നെ ഇത് ഡിലേ ആയി പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഈ കോവിഡ് സമയത്ത് അവരെനിക്ക് ഐഡിയ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഇത് റെഡിയായത്. ആക്ച്വലി എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അതായത് ഏത് ജനങ്ങളാണോ ആ ഗദറിനെ ലൈക്ക് ചെയ്തത് ഇത് ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പായിരുന്നു, അതായത് സിനിമ ഒരിക്കലും ഓടത്തില്ലെന്ന്. പക്ഷെ നല്ല രീതിയിൽ ഓടിയാൽ അത് അതിൻ്റെ മാനത്തിനെ രക്ഷിക്കും. ഈ സിനിമ ആ മാനം നല്ലപോലെ രക്ഷിച്ച്.
സോ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ സണ്ണി ദിയോളിനെതിരായ ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സണ്ണി ദിയോളിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹത്തിന് അഹങ്കാരം കൂടുതലാണ് എന്നുള്ളതാണ്. സണ്ണി, ഇത് സത്യമാണോ? ഈ സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ സൂപ്പർ ഹിറ്റായിരിക്കുകയാണ്, ഖദർ കലക്കിയിരിക്കുകയാണ്. ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ പടം ഹിറ്റായതിനു ശേഷം എന്ത് ചെയ്യണമെന്ന് താങ്കൾക്ക് അറിയില്ല. താങ്കൾക്ക് ജവാനെ അറിയില്ല, സുൽത്താനെ പോലും അറിയില്ല, പഠാനെ അറിയില്ല, ബായിജാനെ അറിയില്ല. എല്ലാം ധാരാ സിംഗ് മാത്രമാണ്. താരാസിംഗ്, ജനങ്ങൾ എങ്ങനെ താരാസിംഗിനെ അക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ സത്യത്തിൽ അതിന്റെ കാരണം അവരുടെ സ്നേഹം മാത്രമാണ്. പിന്നെ അതിനുശേഷം അതിന്റെ ക്യാരക്ടർ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ എവിടെ പോയാലും ജനങ്ങളുടെ മനസ്സിൽ അത് നല്ലപോലെ ഇരുന്നു. എവിടെ പോയാലും ജനങ്ങൾക്ക് എല്ലാവർക്കും താരാസിംഗ് ആണ്. പിന്നെ എല്ലാവരുടെ മനസ്സിലത് നല്ല രീതിയിൽ റീച്ചായി. പാകിസ്ഥാനിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എങ്ങനെയുള്ള ധാരാസിംഗാണ്, പാസ്പോർട്ട് ഇല്ലാതാണെന്നല്ലോ അകത്ത് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വരുന്ന സമയത്ത് ഹാൻഡ് പമ്പ് ഊരിയെടുത്തു. ഈ പ്രാവശ്യം വരുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റാണ് ഊരിയത്. നോക്കിക്കേ, സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചർച്ച തന്നെ ഇരിക്കത്തുള്ളൂ ശരിക്കും. പക്ഷേ ഞാൻ എപ്പോഴൊക്കെ ഇംഗ്ലണ്ടിന് പോയാലും, ആക്ച്വലി ഞാനിപ്പോൾ ദുബായ്ക്ക് പോയിരുന്നു, പിന്നെ ഞാൻ റീസെൻ്റ്ലി ബോർഡറിലോട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ പാകിസ്ഥാൻ്റെ ജനങ്ങൾ ആ ഭാഗത്തായിരുന്നു, ഞങ്ങൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഈ സൈഡിൽ ഇരിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൈ കാണിച്ചു, സ്നേഹം നൽകി. പിന്നെ ഞാൻ ദുബായ്ക്ക് പോയപ്പോൾ എത്രയോ ആൾക്കാർ വന്ന് എന്നെ കണ്ടിരുന്നു അന്ന്. ആക്ച്വലി നല്ല പോലെ വന്ന് എന്നെ ഹഗ് ചെയ്ത്, നല്ല പോലെ ഗ്രീറ്റ് ചെയ്ത്, ഒരുപാട് സ്നേഹം നൽകിയവർ. സ്നേഹം നൽകാണ്ടിരിക്കില്ല, കാരണം ഞങ്ങളൊക്കെ കലാകാരന്മാരല്ലേ. എല്ലാവർക്കും വേണ്ടിയാണ് ഇവിടെ സിനിമ എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഓബ്വിയസ്ലി ഒരുപാട് സിനിമകൾ ചെയ്യേണ്ട ഒരു ക്യാരക്ടേഴ്സും. സോ ഓബ്വിയസ്ലി എപ്പോഴും ഒരു വില്ലൻ ആൻഡ് ഹീറോ ഉണ്ടാവും. പക്ഷെ എപ്പോഴും ഞങ്ങൾ ആർക്കെതിരെയും നിൽക്കത്തില്ല. പിന്നെ താരാസിംഗ് എങ്ങനത്തെ ക്യാരക്ടറാന്ന് വെച്ചാൽ പാകിസ്ഥാനിലിരിക്കാനും തയ്യാർ, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വരാനും തയ്യാർ. ആരവരുടെ കുടുംബത്തിൽ താമസിക്കാൻ വിടുന്നോ അവരുടെ കുടുംബത്തിൽ പോകാൻ തയ്യാറാണ്. അവനവൻ്റെ കുടുംബം തന്നെയാണ് വേണ്ട, വേറൊന്നും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമന്റ് ഞാൻ വായിച്ചു. പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ എഴുതിയിരിക്കുകയാണ്, 22 വർഷം മുമ്പ് ഞങ്ങളുടെ ഹാൻഡ് പമ്പ് ഊരിയെടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ശരിക്കും കിട്ടുന്നില്ല. ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ആയതുകൊണ്ട് ശരിക്കും കറണ്ട് പോലും കിട്ടുന്നില്ല. ഇത് ജനങ്ങളുടെ കമൻസാണ്, ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്തുമില്ല. ശരിക്കും ഞാനൊന്നും അത്ര രീതി ചെയ്തില്ല. പിന്നെ മറ്റൊരു കമന്റ് ഞാൻ കണ്ടു, പാകിസ്ഥാന്റെ അടുത്തുനിന്ന് ചുറ്റിൽ വാങ്ങിച്ച് അവരുടെ പട്ടാളക്കാരെ തന്നെ പേടിപ്പിച്ചെന്ന്. കാര്യം അതല്ല, അത് ഒരു ക്യാരക്ടർ മകനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്ന്. പിന്നെ താരാസിംഗ് എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടി വരുമ്പോൾ ആരെക്കൊണ്ടും അയാളെ തടയാൻ പറ്റത്തില്ല. താരാസിംഗിനെ ആരെക്കൊണ്ടും തടയാൻ പറ്റില്ല. ഒരു സീനിൽ എല്ലാവരും കണ്ടു, അദ്ദേഹം ടാങ്കിന്റെ മുകളിൽ കയറി, അദ്ദേഹം ആ പാകിസ്ഥാനി ടാങ്കിന്റെ ഉള്ളിലേക്ക് ചാടി ബോംബ് ഇട്ടിട്ട് തിരിച്ച് വീണ്ടും തന്റെ ടാങ്കിനുള്ളിലേക്ക് വരും. താരാസിംഗ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ കോമിക്സ് ബുക്സിലൊക്കെ ഒരു ഹീറോസ് ഉണ്ടാവുമല്ലോ. താരാസിംഗ് അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ താരാസിംഗ് സൂപ്പർ ഹീറോസിനേക്കാൾ വലിയൊരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഇരിക്കും. അദ്ദേഹത്തിന്റെ ബലവും കുടുംബമാണ്, ബലഹീനവും കുടുംബമാണ്. അദ്ദേഹം എവിടെയെങ്കിലും പോയി കുടുങ്ങിയാൽ ദൈവം അദ്ദേഹത്തിന്റെ അകത്തോട്ട് കയറും. പിന്നെ ദൈവമൊക്കെ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ആരെക്കൊണ്ട് കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സണ്ണി, ഇക്കാര്യം സത്യമാണോ? ഈ മൂവി എടുക്കാൻ വേണ്ടി താങ്കൾ വളരെയധികം ബുദ്ധിമുട്ടിയെന്ന്. അതിലുള്ള എല്ലാ സീൻസും റിയൽ ആയിട്ടുള്ളതാണെന്നും പറഞ്ഞു. ഗ്രാഫിക്സും എഫക്ട്സും ഒന്നും യൂസ് ചെയ്തിട്ടില്ലെന്ന്. ഞങ്ങളെപ്പോഴും എന്തോരു സിനിമകൾ ചെയ്യുന്നോ മാക്സിമം സ്പെഷ്യൽ എഫക്ട്സ് ഒന്നും അത്ര ഉപയോഗിക്കില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. എല്ലാം ഞങ്ങൾ ഓൺ ലൊക്കേഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. സെറ്റിൽ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ, ഇല്ലെങ്കിൽ ആക്ച്വൽ ലൊക്കേഷനിൽ പോയി അത് ഷൂട്ട് ചെയ്യും ഞങ്ങൾ. ചില സമയം അത് വെതർ കൊണ്ടും മാറ്റാനൊക്കെ വരേണ്ട അവസ്ഥ വരും. നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇമ്പോർട്ടൻ്റ്ലി ഈ കാലത്ത് എല്ലാവരുടെയും കയ്യിൽ ക്യാമറ ഫോൺ ഉണ്ടാവും. അതുകൊണ്ട് അതെടുത്തോണ്ട് തന്നെ എല്ലാവരും എല്ലാ സ്ഥലത്തോട്ടും വന്നേക്കും അങ്ങോട്ട്. സോ ഫോൺ എടുത്തോണ്ട് വരുന്നു. അതൊരു പ്രോബ്ലമാണ്. കാരണം ഞങ്ങൾ സീൻ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അവരതൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് വരുന്നത്. സിനിമ വരാൻ 1 വർഷം എടുക്കും, പക്ഷേ അവർ ആ സിനിമ ഒക്കെ എടുത്തോണ്ട് അങ്ങോട്ട് ലീക്കൊക്കെ ചെയ്തേക്കും. സോ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് തടയാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ സീക്വൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും, വെതർ പ്രോബ്ലംസ് ഉണ്ടാവും, ഇതുപോലത്തെ ടാങ്ക്സ് പറഞ്ഞതും വണ്ടികൾ പറഞ്ഞതും ബോംബ് ബ്ലാസ്റ്റിങ്ങും എല്ലാം റിയൽ ആയിട്ടുള്ള സംഭവമാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ റിയലാണ്. റിയലാണ്. ഞാൻ അറിഞ്ഞൊരു കാര്യം, മകനെ രക്ഷിക്കാൻ പോകുന്ന സമയത്ത്
നിറയെ പൊടിപടലങ്ങളെല്ലാം പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് താങ്കളുടെ കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അതെ, ആ സമയത്ത് എനിക്ക് കണ്ണിലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കണ്ണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്പോട്ടിലോട്ട് തന്നെ പോയത് ഷൂട്ടിങ്ങിന്. പക്ഷെ അവിടെ ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ചെയ്തല്ലേ പറ്റുള്ളൂ നമ്മൾ. ആക്ച്വലി എനിക്കൊരു ചെറിയൊരു ചീത്ത സ്വഭാവമുണ്ട്. അവരെപ്പോഴും ആരോഗ്യവും ഹെൽത്തും ഒക്കെ നല്ല രീതിക്ക് നോക്കാൻ പറയും എൻ്റെ അടുത്ത്. ഇതുപോലെ എത്രയോ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് എനിക്ക്. ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ല. ഞാൻ എപ്പോഴും എൻ്റെ വർക്കിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ. ആ സമയത്ത് ഞാൻ ഒന്നിനെക്കുറിച്ച് ആലോചിക്കത്തില്ല അങ്ങോട്ട്. അവിടെയാണെങ്കിൽ അന്ന് ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ണിലിങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് പോയി ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചിട്ട് വന്നിട്ടാ എല്ലാം ക്ലീൻ ആക്കുന്നതൊക്കെ. തെറ്റാവാൻ പാടില്ലെന്നും പറഞ്ഞ്. ബട്ട് എല്ലാം നല്ല രീതിക്ക് തീർന്നു. ഒരു പ്രശ്നവും ഉണ്ടായില്ലായിരുന്നു. ഈ പ്രാവശ്യം ഏത് മകനെയാണോ താങ്കൾ രക്ഷിക്കാൻ പോയത്? 22 വർഷം മുമ്പും അതേ മകനെ തന്നെയാണോ രക്ഷിക്കാൻ പോയത് ഖദറിൽ? അതെ, ആ പയ്യൻ തന്നെയാ. ആ പയ്യൻ തന്നെയാ. പക്ഷേ ഡയറക്ടറിനോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ പയ്യനെ താങ്കൾ സ്വന്തം മകനെ പോലെ അഡോപ്റ്റ് ചെയ്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതങ്ങനെയല്ല. ആസ് എൻ ആക്ടർ അതങ്ങനെ ഓബ്വിയസ്ലി മകനായിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെയാണ്. ഞാൻ ക്യാരക്ടർ എപ്പോഴും അങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. മകനാണെങ്കിൽ മകനായിട്ടും അച്ഛനാണെങ്കിൽ അച്ഛൻ തന്നെയായിട്ടും. സോ ആ ഫീലിങ്സ് വളരെ അത്യാവശ്യമാണ്. ഞാനിത് എപ്പോഴും മോൻ്റെ അടുത്ത് പറയാറുമുണ്ട്. അതുപോലെ തന്നെ നീ ആലോചിച്ചാൽ മതി. കാരണം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെയുള്ളത് കൊണ്ട് സ്ക്രീൻ പ്രസൻസ് വളരെ നന്നായി തന്നെ വന്നേക്കും. ക്യാരക്ടർ നന്നാവും, പിന്നെ എക്സ്പ്രഷൻസ് നന്നായി വരും. പിന്നെ ഫസ്റ്റ് ഗദറിൽ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അപ്പോൾ അവനും എൻ്റെ കൂടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ട്രെയിനിൻ്റെ ബോഗീസിന് മേലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അവൻ എന്നെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ അവനെ കെട്ടിയിട്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ അവൻ്റെ ഒപ്പം ഇങ്ങനെ ബൾട്ടി അടിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കും. എല്ലാം ഞാൻ അവനെ എൻ്റെ പുറകെ കെട്ടിയിട്ടാ ചെയ്തത്. എല്ലാം ഒരു വിശ്വാസത്തിൽ ചെയ്യുന്നതല്ലേ. സോ ഇതിൽ താങ്കൾ ചെയ്ത ആക്ഷൻ സീക്വൻസിലൊന്നും വേറെ ഡ്യൂപ്പൊന്നും ഉപയോഗിച്ചില്ലല്ലോ? ഡൂപ്പ് ഞാൻ ഉപയോഗിക്കില്ല. ഡൂപ്പ് ആരും യൂസ് ചെയ്ത പോലെ എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ ഞാനുള്ളപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നത്. കാരണം ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് വരുമല്ലോ അതിൽ നിന്നിങ്ങനെ. പിന്നെ എനിക്ക് വരുന്ന എക്സ്പ്രഷൻസ് അത് നല്ല രീതിക്ക് വന്നാലല്ലേ. ഇല്ലെങ്കിൽ അതൊക്കെ മുഴുവനും അങ്ങോട്ട് കട്ടായിട്ട് വരുമ്പോൾ അതൊരു നല്ല രസമില്ലാണ്ടായി പോകും. മാക്സിമം വലിയ വലിയ ആർട്ടിസ്റ്റുകളെല്ലാം അവരുടെ എഫക്ട്സ് പ്ലേയേഴ്സിനെ കൂടെ വെക്കാറുണ്ട്. സെറ്റിൽ എല്ലാ ഷൂട്ടിങ്ങും നടക്കും. അതിന് ശേഷം ആവശ്യമുള്ള എഫക്ട്സ് ഒക്കെ ഇടാറുണ്ട്. അത് കാണാനും റിയലായിട്ട് തോന്നും. നോക്കൂ, ഇപ്പോൾ സേഫ്റ്റി ഒക്കെ നല്ല രീതിക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഇന്നൊക്കെ. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല അത്രേ. അവരെങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളതനുസരിച്ചാണ്. അങ്ങനത്തെ കാര്യമൊന്നും ചിലപ്പോൾ എന്നെക്കൊണ്ട് പോലും ചെയ്യാൻ കഴിഞ്ഞില്ല വരും. ഒബ്വിയസ്ലി ഞാനത് നല്ലപോലെ യൂസ് ചെയ്യും. പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമെല്ലാം ഞാൻ തന്നെ ചെയ്യും. ഒരിക്കലും വിടത്തില്ല അങ്ങോട്ട്. ഡൂപ്പ് ഇടാണ്ട് ചെയ്യും ഞാൻ. അപ്പോൾ റിസ്ക് എടുക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ആഗ്രഹമല്ല, പക്ഷെ ഞാനൊരു സ്പോർട്സ്മാനായിട്ടുള്ളത് കൊണ്ട് എപ്പോഴും എല്ലാം ഞാനൊരു സ്പോർട്ടീവായിട്ട് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് വരും. ഈ പടത്തിൽ അമീഷ പട്ടേൽ ഫൈറ്റ് ചെയ്തതും താങ്കളൊരു സ്പോർട്ടീവായിട്ട് മാത്രമേ കണ്ടുള്ളൂ. ഞാൻ അതിൽ നിന്നൊക്കെ കുറച്ച് ദൂരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാര്യം വേറെ രീതിയിലോട്ടോ പോകുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ പുറത്ത് വന്നേക്കാം നൈസായിട്ട്. ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവർക്കും ഡയറക്ടറിനും നടുവിൽ വാഗ്വാദങ്ങൾ നടക്കുമെന്ന് കേട്ടു. അതെ, ആ സമയത്ത് ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല അവിടെ. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് അവർക്കിടെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ വാക്കുവാദങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയും. അതൊക്കെ അവർക്കിടയിൽ തന്നെ നടന്നങ്ങനെ പോകും അത്. പക്ഷെ ഞാൻ എപ്പോഴും എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആർഗ്യുമെന്റ്സ് സംഭവിച്ചാലും മനുഷ്യർക്ക് എപ്പോഴും അങ്ങനത്തെ ബ്രെയിൻ തന്നെ തിരിച്ചു വരും. ഒരാൾ അങ്ങനെ തന്നെ സംസാരിക്കുന്ന തിരിച്ചു കേട്ടാൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് മനസ്സിലാവുമല്ലോ നമുക്ക്. പക്ഷെ നടക്കാൻ പാടില്ലാത്തൊക്കെ നടക്കുകയും ചെയ്യും. പിന്നെ പതിയെ എല്ലാവരും കഷ്ടപ്പെടും. പിന്നെ ഇത് എപ്പോഴും നടക്കുന്നല്ലേ. ദാറ്റ്സ് ദ വേ ഓഫ് ലൈഫ്. അപ്പൊ താങ്കളുടെ അടുത്തേക്ക് വരില്ലേ, ചേട്ടാ ഈ പ്രശ്നം ഒന്ന് തീർത്ത് വെക്കെന്ന് പറഞ്ഞു? എൻ്റെ അടുത്ത് ഒരിക്കലും ആരും വരത്തില്ല. കാരണം അവർക്ക് നല്ല പോലെ അറിയാം എന്നെക്കുറിച്ച്. നല്ല ആറ്റിറ്റ്യൂഡായിരിക്കുമെന്ന്. ഗദർ വന്നതുകൊണ്ട് എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ, ദൈവം ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ നടത്തി തന്നെന്നാ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഇപ്പോൾ താങ്കളുടെ പുതിയ മൂവി ഗദർ 2 റിലീസായിട്ടുണ്ട്. അത് ബോക്സ് ഓഫീസിൽ ഇടവും നേടിക്കഴിഞ്ഞു. സോ ഈ വിജയത്തിന് ശേഷം താങ്കൾ ഇനി ഗദർ 3 ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നോക്കൂ, ഞാൻ ഗദർ 2 വേണ്ടി നല്ലപോലെ പേടിച്ചിരുന്നതാണ്. പക്ഷേ ഗദർ 3 ഞാൻ റെഡിയാണ്. ഞാൻ കേട്ടത് താങ്കൾക്ക് ഇങ്ങനെയുള്ള ഓഫറൊക്കെയാണ് വരുന്നത്. അതായത് ബോർഡർ 2,
അർജുൻ 2, ഗായൽ 2 എല്ലാം സെക്കൻഡ് പാർട്ട് എടുക്കാൻ വേണ്ടി. ഐ തിങ്ക് ദാറ്റ് എൻ്റെ സിനിമയിലെ ക്യാരക്ടേഴ്സൊക്കെ ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് സ്ഥാനം നേടിയെടുത്തതെന്ന് വെച്ചാൽ അവരതിൻ്റെ എക്സ്റ്റൻഷൻസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങളതല്ലേ കാണാൻ ആഗ്രഹിക്കുന്നു. സോ ബോർഡർ 2നെ കുറിച്ച് പറയണമെങ്കിൽ ബോർഡർ 2 ചെയ്യണമെന്ന് ആരംഭിച്ചു, പക്ഷേ അത് ഇതുവരെ തീർന്നില്ല. ഇപ്പോൾ ഈ പിക്ചർ ഇറങ്ങിയത് കൊണ്ട് അതെല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റും വിശ്വാസവും കൊടുത്തിട്ടുണ്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ അറിഞ്ഞത് താങ്കൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് വന്നിരിക്കുകയാണ്. അതായത് താങ്കൾ ഒരു പടത്തിന് 50 കോടി വാങ്ങുന്നെന്ന് കേട്ടു. നമുക്ക് കാശ് വാങ്ങുന്നില്ലയോ, പക്ഷേ ബട്ട് പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹം നോക്കിക്കോളും. പിന്നെ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് തരുന്നത് എന്താണോ അത് മേടിക്കും. പടത്തിന് 500 കോടി കിട്ടുകയാണെങ്കിൽ ഒരു 50 കോടി വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ അവർക്ക് തോന്നിയാൽ, എനിക്ക് കൂടുതൽ തരാൻ തോന്നിയാൽ സന്തോഷമായിട്ട് ഞാനത് ഏറ്റെടുത്തോളാം. ഞാനത് ആലോചിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെയാന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. പക്ഷേ ഞാൻ കാശിന് വേണ്ടി ഒരിക്കലും ഒരിടത്ത് പണിയെടുക്കാറില്ല. ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിലിരിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. പ്രോജക്റ്റാണ് ഡിമാൻഡ് ചെയ്യേണ്ടത്, കാശ് ഒരിക്കലും ആലോചിക്കില്ല. സർ, ഞങ്ങളുടെ റിക്വസ്റ്റ് ഇതാണ്, താങ്കൾക്ക് ഗദറിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ സാധിക്കുമോ? പ്ലീസ് സർ. हिंदुस्तान हिंदुस्तान जिंदाबाद था, जिंदाबाद है और जिंदाबाद रहेगा. സണ്ണി, ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സണ്ണി ഡിയോളിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സണ്ണി ഡിയോളാണ്. അദ്ദേഹത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സണ്ണി ഡിയോളിന് മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും എന്നുള്ളതാണ്. സണ്ണി, താങ്കൾ ഫിലിമിൽ പറയുന്ന ഡയലോഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിഴുതെറിയും, ഒടിച്ചു കളയും, വീട്ടിൽ കയറി വന്നടിക്കും, കുടൽമാല പുറത്തെടുക്കും, ബേതാബ് മുതൽ ഖദർ വരെ. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം? എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ്, എനിക്ക് കിട്ടുന്ന പടങ്ങൾ, എനിക്ക് കിട്ടുന്ന സബ്ജക്ട്സ്, അതിലൊക്കെ എപ്പോഴും ഒരു നോർമലായ ഒരു മനുഷ്യനുണ്ടാവും. ഒരു കുടുംബസ്ഥനായിരിക്കും, ഒരു ചേട്ടനായിരിക്കും, ഒരു അനിയനായിരിക്കും, അല്ലെങ്കിൽ ഒരു മോൻ, ഭർത്താവെന്നും പറഞ്ഞ്. കാരണം ദേഷ്യം വരുന്ന ഒരു നോർമൽ മാനായിട്ട് അതിൽ ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. ഇഷ്ടമാണെന്ന് പറഞ്ഞ പെണ്ണ് ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ അവന് തീർച്ചയായിട്ടും കുറച്ച് സമനില തെറ്റുമല്ലോ. ആക്ച്വലി പറയണമെങ്കിൽ പ്രേമിക്കുന്നവന് ദേഷ്യമല്ലാണ്ട് വേറെ എന്താണ് വരാൻ പോകുന്നത്? അതുപോലെ തന്നെ അനിയത്തിയെ പോയി എന്തെങ്കിലും ചെയ്യുന്ന ഒരു ചേട്ടൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? പിന്നെ അവൻ്റെ ചോര തിളയ്ക്കും, അവൻ്റെ കൈ തന്നെ വലിച്ചെടുത്തേക്കും. അത് ക്യാരക്ടർ അനുസരിച്ചല്ലേ എല്ലാം. ഞാൻ എപ്പോഴും അതുപോലത്തെ ക്യാരക്ടറാണ് അധികം ചൂസ് ചെയ്യുന്നത്. സംഭവം ജനങ്ങൾക്കും അതുപോലത്തെ സിനിമയാണ് ഞാൻ ചൂസ് ചെയ്യുന്നതിൽ ഇഷ്ടപ്പെടുന്നതും. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാനും അതായിരുന്നു കാരണം. അമേരിക്കയിൽ വെച്ച് താങ്കൾ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പേടിച്ചോ? അതെ. അവിടെ ഞാൻ ജോ ബോലി സോനഹാളിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. അതിൽ ഞാൻ പോലീസാണ്, കോൺസ്റ്റബിൾ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ നല്ല കട്ടയ്ക്കായിരുന്നു ഇരുന്നത് ശരീരമൊക്കെ. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഫയൽ വോൺ ബോഡി ബിൽഡേഴ്സ് എല്ലാവരും തന്നെ. അവിടെ ഒരു ഡയലോഗ് പറഞ്ഞേ പറ്റൂ, നോ ഇഫ് നോ ബട്ട് ഓൺലി ജെറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ വിധം കണ്ട് അവരിങ്ങനെ തന്നെ സ്തംഭിച്ചു നിന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ പറഞ്ഞെന്ന് ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കാണിക്കും. ഇന്നെൻ്റെ തൊണ്ട പോയില്ലെങ്കിൽ ഞാൻ നല്ല രീതിക്ക് തന്നെ ചെയ്ത് കാണിച്ചിരുന്നേനെ. പിന്നെ അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സർദാറിൻ്റെ ഡയലോഗാണ് ആക്ച്വലി. നോ ഇഫ് നോ വട്ട് ഓൺലി ചട്ട്. ഫോഴ്സ് ഇനിയും ക്യാമറയുടെ മുന്നിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും നമുക്ക്. ഞങ്ങൾ എന്ത് ചെയ്യാനാ? പഞ്ചാബി, സർദാർ, ഞങ്ങളുടെ അകത്തുള്ള ആ പവർ അങ്ങനെ തന്നെ പുറത്തോട്ട് വന്നേക്കും. ആ രക്തം തന്നെയാണല്ലോ നാടിനെ കാക്കുന്നതും ഇന്ന്. അതുകൊണ്ട് എപ്പോഴും എവിടെയും എന്ത് സംഭവിച്ചാലും, അപ്പോൾ അവിടെ പ്രോബ്ലമിലുള്ള ഏതൊരു കുടുംബവും ഒരു സർദാർജിയുടെ അടുത്താണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ
ഉറപ്പായിട്ടും അവർ സേഫ് ആയിരിക്കും. ഇതുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതായത് താങ്കൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് പോലും ഭൂമി കുലുങ്ങുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. ആക്ച്വലി എൻ്റെ മോന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കളിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ എവിടെ പോയാലും കളിക്കാൻ ആരംഭിക്കും അങ്ങോട്ട്. സീസൺ ടൈംസിൽ എവിടെ പോയാലും കളിക്കാൻ ഞാൻ അത്ര നാണമൊന്നും ആലോചിക്കത്തില്ല. ഞാൻ പോയി കളിക്കും. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് പേടിക്കും. ജീത്തിന്റെ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് താങ്കൾ ശരിക്കും പേടിച്ചു പോയി. സെറ്റിൽ നിന്ന് എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞെന്ന് കേട്ടു. അതെ, ഞാനന്ന് കളിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാനന്ന് പറഞ്ഞത് എനിക്ക് എന്ത് വരുന്നോ അത് ഞാൻ കളിക്കുമെന്നാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ അവരത് എന്താ കളി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്തോ ആന്റി കില്ലിംഗ് കളി എന്നൊക്കെ പറയുന്നത്. മറ്റേ ഈ പറയുന്ന പോലെ ദാം ധൂം എന്നൊക്കെ. അത് നല്ലൊരു ക്യാരക്ടറാണ്. അത് വളരെ സിമ്പിളായ ഒരു ക്യാരക്ടറാണ്. അത് അങ്ങനെയാണ് കളിക്കുന്നത് ആക്ച്വലി. പിന്നെ ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല രീതിക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ പറയുക, am I correct? യാറോ യാറാ. പറയൂ, എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹലോ സർ, എന്റെ പേര് സ്നേഹ. ഞാൻ താങ്കളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. താങ്കളുടെ ഫേമസ് ആയിട്ടുള്ള മൂവിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് സാമനെ മോഡായ മേ സബ് കുച്ച് ചോടായ, ആ പാട്ടിന്റെ ഡാൻസ് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി കളിക്കാവോ പ്ലീസ് സർ? കാണുമ്പോൾ താങ്കൾ ഡാൻസ് കളിക്കാൻ നന്നായിട്ട് പഠിച്ചതായിട്ടാണ് തോന്നുന്നത്. അതെ, ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ. ഞാനിപ്പോഴൊക്കെ കളിക്കണമെന്ന് വിചാരിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് കളിക്കും. മേ ബി ഞാൻ അടുത്തൊരു ഫിലിം മ്യൂസിക് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും വേണേ. പക്ഷേ ധരംജിയെക്കുറിച്ച് ജനങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നാണ്. പക്ഷെ അദ്ദേഹം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജ് തന്നെ കുലുങ്ങി പോകുന്നു. അച്ഛനായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്, ഒരു മാസുണ്ട്. പിന്നെ അച്ഛൻ കളിക്കാൻ ആരംഭിച്ചാൽ മതി, അങ്ങ് കളി തുടങ്ങി നിർത്തും. ജനങ്ങളെല്ലാവരും അച്ഛൻ്റെ കളി കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതായിരുന്നു. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 90% പീപ്പിൾ ആർ ലൈക്ക് നോട്ട് ഡാൻസേഴ്സ്. സോ അവർ ഞങ്ങൾ നല്ലപോലെ ഐഡൻറ്റിഫൈ ചെയ്യും. ഞങ്ങൾക്ക് ആകെ കൈയൊക്കെ ഇട്ട് കളിക്കാനേ അറിയത്തുള്ളൂ. ഇതാ എങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ. നമ്മൾ തുടക്കത്തിൽ താങ്കളുടെ ദേഷ്യത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ താങ്കൾ ഡാൻസിനെ കുറിച്ച് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്തു. ഇക്കാര്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. താങ്കൾ ഷാറൂഖ് ഖാനോടൊപ്പം ഡാൻസ് കളിക്കുന്ന സമയത്ത് ജീൻസ് പോക്കറ്റ് കൈയിട്ട് ജീൻസിന്റെ പോക്കറ്റ് പോലും കീറിക്കളഞ്ഞെന്ന് കേട്ടു. അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, എൻ്റെ ദേഷ്യം എന്ന് പറയുന്നത് ഭയങ്കര കൺട്രോൾലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നെ കൺട്രോൾ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ തള്ളാൻ പാടുള്ളത് ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ എപ്പോഴും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അങ്ങനെ മാറിപ്പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ നല്ല കാര്യമല്ല. പക്ഷേ സിനിമയിൽ അത് വന്നു പോയാൽ എന്ത് ചെയ്യാനാണ് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാനങ്ങനെ ജീൻസ് ജനറ്റിക്കലി അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര കഷ്ടമായി മാറും. കൺട്രോളിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് എളുപ്പമല്ല, കഷ്ടമാണ് അതൊക്കെ ശരിക്കും. സോ റിയൽ ലൈഫിൽ താങ്കൾ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? അതെ, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വഴക്ക് നടക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ആ സമയത്ത് സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ മറ്റേ 70s സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെ ഗ്യാങ്സ് ആയിരിക്കും, വഴക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെയാണ്, ആരെങ്കിലും വെറുതെ നോക്കിയാൽ മാത്രം മതി, വൈ ആർ സ്റ്റാരിങ് അറ്റ് മീ എന്നും പറഞ്ഞ് വെറുതെ നോക്കിയതിന് തന്നെ നല്ലപോലെ അങ്ങോട്ട് വഴക്ക് തുടങ്ങി നല്ല രീതിക്ക് നടക്കും. എല്ലാം നല്ല രീതിക്കായിരുന്നു. പക്ഷേ ദൈവത്തിനാണ് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടത്. ഞാൻ വളരെ ലക്കിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ രീതിക്ക് ഞാൻ പരിക്കേറ്റിട്ടില്ല. സോ താങ്കൾക്ക് പരിക്ക് പറ്റിയില്ലയോ അതോ ഓപ്പോസിറ്റിലുള്ള? എനിക്ക് വലിയ രീതിക്ക് ഒന്നും പറ്റില്ല. തലയ്ക്ക് വന്നത് പിരികത്തോടെ പോയെന്ന് വേണമെങ്കിൽ പറയാം. താങ്കളെ കുറിച്ച് അറിയാവുന്നവരെല്ലാം ഈ കാര്യം പറയാറുണ്ട് സണ്ണി.
താങ്കൾ സിക്സ് പാക്കും ആംസും എല്ലാം കാണിക്കാറില്ല, പക്ഷേ ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്ന്. നോക്കൂ, ഈ കാര്യം എന്ന് പറയുന്നത് മറ്റേ ഈ സിക്സ് പാക്സോ ബോഡി ബിൽഡിങ്ങോ ഒക്കെ ഉള്ള കാര്യമൊന്നും അല്ല. പിന്നെ നിങ്ങൾക്ക് ഈ പവർ ഉണ്ടോ എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല. ഞാൻ പറയണമെങ്കിൽ പവർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരിക്കുള്ള ഒരു കാര്യമല്ല. എക്സസൈസ് ചെയ്യുന്നത്, ബോഡി ബിൽഡിങ് ചെയ്യുന്നത്, ഇവരൊക്കെ ഫിറ്റ് ആയിരിക്കണമെന്നല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ കാലത്ത് ജനങ്ങൾ ഒരുപാട് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ യങ്സ്റ്റേഴ്സ് എല്ലാത്തിനും ഒരു അഡ്വൈസ് തരുവാണ്. നോക്കൂ, ഞാൻ ആം ഫിറ്റ്, ഞാൻ ഇതുപോലെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലെ എക്സ്ട്രാ ഒന്നും ചെയ്ത് നിങ്ങളെ വെറുതെ ടയേർഡാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ എന്തിനാ നിങ്ങളിങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തുന്നത്? കാരണം ഇപ്പം ഇതൊക്കെ ഒരു ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ്. ആരെ നോക്കിയാലും ഇത് തന്നെ പറയുന്നത്, നീ ഇനിയും കുറെ കഴിക്കണം, നല്ലപോലെ എക്സസൈസ് ചെയ്യണമെന്നും, എന്നാലും ഇങ്ങനെ ആവുള്ളൂ അങ്ങനെ ആവുള്ളൂ എന്നും പറഞ്ഞ് ഇതുപോലെ എല്ലാം ചെയ്താലാണ് നമുക്കും സിക്സ് പാക്ക് നാളെ വരത്തുള്ളൂ എന്നും പറഞ്ഞ് വെറുതെ മനുഷ്യരെ നശിപ്പിക്കൂ. നിങ്ങളെ തന്നെ ഡാമേജ് ചെയ്യുന്നതിന് അർത്ഥമാണത്. അത് മാത്രമല്ല, നിങ്ങൾ മിസ്റ്റർ യൂണിവേഴ്സോ മിസ് യൂണിവേഴ്സോ ആവാനൊന്നും അല്ലല്ലോ. വെറുതെ എന്തിനാ നിങ്ങളെ തന്നെ ഡാമേജ് ചെയ്യുന്നത്? സണി, താങ്കൾ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്? പൊറോട്ടയിൽ വെണ്ണ തേച്ചാണോ? ഞാൻ പരാത്ത, ബട്ടർ എല്ലാം കൂടെ ഇട്ട് കഴിക്കുന്ന ആളാണ്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റുള്ള ആളൊന്നും അല്ല. ഇത് കഴിക്കില്ല അത് കഴിക്കില്ല എന്ന് പറയത്തില്ല ഞാൻ ഒരിക്കലും. അങ്ങനെ ഇല്ലെങ്കിൽ ഐ ക്യാൻ ഈറ്റ് ദിസ്, ഐ ക്യാൻ ഈറ്റ് ദാറ്റ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പ്രായമുണ്ടല്ലോ നല്ലപോലെ കഴിക്കാനായിട്ടൊക്കെ. ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഡൈജസ്റ്റ് ആവുമല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഈ പേടിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ താങ്കളെ മറ്റൊരു കാര്യം കൂടി ശല്യപ്പെടുത്തുന്നതായിട്ട് കേട്ടു, അതായത് സോഷ്യൽ മീഡിയ. അവരെഴുതുന്നതൊക്കെ കണ്ടാൽ താങ്കൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? നേരത്തെ എനിക്ക് വളരെ കഷ്ടമായിരുന്നു. ആരോ എന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഈ യൂട്യൂബ് ചാനൽസ്, സോ ഞാൻ വന്ന് ബേസിക്കലി മറ്റേ ഈ ജേർണലിസ്റ്റിന്റെ കയ്യിലൊക്കെ ഒരു ചെറിയ ഇത് മതി, ടൂള് മതി. അത് തന്നെ എന്നൊരു വലിയ വെപ്പൺ പോലെ ആയിപ്പോയല്ലോ. അവരാരെക്കുറിച്ച് എഴുതുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടാണല്ലോ എഴുതുന്നത്. പിന്നെ ആരാന്നൊന്നും അവർ നോക്കത്തില്ലല്ലോ. പിന്നെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുമ്പോൾ അവർ പിന്നെ അതിനു വേണ്ടി നല്ലപോലെ ഫീൽ ചെയ്ത് പിന്നെ ഉറപ്പായിട്ടും അത് പിന്നെ ഒരു നല്ല വലിയ ഫീലിംഗ് ആയിട്ട് അവർ മാറ്റും. ഇതൊക്കെ അവർക്കൊരു എന്റർടൈൻമെന്റും ഒരു ലഹരി പോലെ ആയിപ്പോയി. ഞാൻ എന്താണ് കേട്ടതെന്ന് വെച്ചാൽ, താങ്കളൊരു പ്രൈവറ്റ് പേഴ്സൺ, അതായത് താങ്കളുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പുറത്ത് ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ മകളുടെ കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലായി. ആരംഭത്തിൽ ഞാനൊരു 2-3 വീഡിയോസൊക്കെ കണ്ടു അപ്സെറ്റ് ആയതാണ്. പിന്നെ ഒരു 2-3 വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് എന്റെ സ്വന്തക്കാരുടെ ഇതൊക്കെ നല്ല ദേഷ്യം വന്നിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോട്ടോ എടുത്തത്? ഞാനൊരു 2-3 പേരെ വഴക്ക് പറഞ്ഞ നല്ലപോലെ, എന്തിനാ എന്നെ ഫോട്ടോ എടുത്തതെന്നും പറഞ്ഞു. പിന്നെ ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയത്താണ് ഈ ഫോണും വെച്ച് ഫോട്ടോ എടുക്കുവാന്ന് പറഞ്ഞ് അവിടെ എവിടെയും പറഞ്ഞ്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാനും കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നത് സംഭവിക്കട്ടെ. ബട്ട് നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ എല്ലാവർക്കും അത് പറയുന്നത് ലീവ് ഇറ്റ് ആൻഡ് അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ എല്ലാവർക്കും മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അവരവരുടെ പ്രൈവസിയിൽ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക. ബിക്കോസ് ഞങ്ങൾ കുറച്ച് ഫേമസ് ആയതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ശരിക്കും പറയണമെങ്കിൽ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും ദുഃഖവും വിഷമവും എല്ലാം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം വേണമെന്ന് പറയാനായിട്ടുള്ള ഒരിതും കാരണം ആരെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൂക്ഷിച്ചിരുന്നാൽ മതിയല്ലോ. സണ്ണി, ഇത് സത്യമല്ലേ? കുട്ടിക്കാലം മുതലേ താങ്കൾ എഴുതാനും വായിക്കാനും ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നെന്ന് കേട്ടു. അതെ. ആരെങ്കിലും പഠിക്കാൻ പറയുകയാണെങ്കിൽ താങ്കൾക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ അപ്പം എന്ത് പറയാനാണ്? അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താന്ന് പറയാൻ അറിയാണ്ട് ഞാനിങ്ങനെ ഇരിക്കും. ബിക്കോസ് എനിക്ക് എന്താന്ന് നന്നായിട്ട് അറിയാതെ, പിന്നെ ബിക്കോസ് ലൈക്ക് ഐ ഡിസ്ലൈക്സ് ഇറ്റ്. ഇപ്പോൾ ഈ എഴുതുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഒരു മടിയുള്ള ഒരാളായിട്ട് തന്നെ ഇരിക്കുന്നത്. സോ ഞാൻ വേർഡ്സിനെയൊക്കെ വേറെ രീതിയിലാണ് കാണുന്നത്, WM എന്നും MW എന്നും. ഓബ്വിയസ്ലി അതൊരു അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. ആർക്കും ഒന്നും അറിയില്ല, ആരും പഠിക്കാണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. നല്ലപോലെ അടിച്ചാ പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നത്. ഫെയിലാവുന്ന സമയത്ത് നല്ല രീതിക്ക് വഴക്ക് കിട്ടുമായിരുന്നു. ബട്ട് സംഹവ് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ എനിക്ക് IQ ടെസ്റ്റൊക്കെ എടുത്തതായിരുന്നു. സോ അന്ന് എൻ്റെ IQ ഭയങ്കര ഹൈ ആയിരുന്നു. സോ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഐ വാസ് ലൈക്ക് ഏബിൾ ടു, എന്നെക്കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഒരു 35% ഒക്കെ എടുത്ത് ഞാൻ പാസ്സായേക്കും അങ്ങനെ. താങ്കൾ പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്. താങ്കൾ ഡിസ്ലെക്സി കാരണം സഫർ ചെയ്തൊരു വ്യക്തിയാണ്. സോ ആർക്കൊക്കെ ഈ പ്രശ്നമുണ്ടോ അവർക്കെല്ലാം തീർച്ചയായും ഈ കാര്യം മനസ്സിലാകും. അതായത് ആർക്ക് വേണമെങ്കിലും സക്സസ് നേടാമെന്ന്. അതെ, ഡെഫിനറ്റ്ലി. ഏതൊരു മനുഷ്യനും ഒരു ചെറിയ ഷോർട്ട് ഫോൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ സ്ട്രോങ് ആവും അദ്ദേഹം. പിന്നെ ആ ഷോർട്ട് ഫോൾ അവൻ കവർ ചെയ്യാനും ആഗ്രഹിക്കും, നല്ല രീതിയിൽ മുന്നോട്ട് വരാനും ആഗ്രഹിക്കും. പിന്നെ മാറ്റണമെന്നുള്ള കാര്യത്തിൽ തന്നെ മൈൻഡ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല. സ്കൂളിൽ പിള്ളേരെല്ലാവരെയും ശല്യം ചെയ്യും. വലിയൊരു സഹിതം ഇപ്പോഴൊക്കെ നല്ല തൊല്ലയായിപ്പോയി. അതായത് ഒരുത്തൻ്റെ പേഴ്സണാലിറ്റി സ്ട്രോങ് അല്ലെങ്കിൽ അവൻ കുറച്ച് പാവാണ്. അവനെ
എല്ലാരും നല്ലപോലെ ഒതുക്കും അമീർ ഖാന്റെ താരേ സമീൻ പറിൽ ഈ കാര്യങ്ങൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പടമാണ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ആൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കുറച്ച് സമയമെടുക്കും അവർ റെഡിയാവാനായിട്ടൊക്കെ. അവരവരെ തന്നെ നല്ലപോലെ കെയർ ചെയ്യണം, നല്ല രീതിക്ക്. തുടക്കകാലത്ത് താങ്കൾക്ക് എഴുതാനും വായിക്കാനും മാത്രമല്ല മൈക്കിന്റെ മുന്നിൽ സംസാരിക്കാൻ പോലും പേടിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. അതെ, എനിക്ക് പേടിയായിരുന്നു. ഇപ്പം ഞാൻ നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മൈക്ക് വന്നാൽ എനിക്ക് എന്താ സംസാരിക്കണമെന്ന് പോലും അറിയാൻ മേല. ആ സമയമൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ ജനങ്ങൾ എന്നെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര മറ്റേ അറഗൻ്റാന്നൊക്കെ ആയിരുന്നു. ഞാൻ അറഗൻ്റാന്ന് വിചാരിക്കുമ്പോൾ ഞാൻ പോയി അവരെ എന്ത് പറഞ്ഞാണ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്. എന്നെക്കൊണ്ട് അങ്ങനെ ഇരിക്കാനും കഴിയുന്നില്ല. സോ സണ്ണി, താങ്കൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്, വായിക്കാൻ ബുദ്ധിമുട്ടാണ്, സംസാരിക്കുന്നതിലും പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറായി മാറി. എല്ലാം ദൈവത്തിൻ്റെ ഒരു ആശീർവാദമാണ്, എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ഐ മീൻ എല്ലാം ഇത് സംഭവിക്കും. പക്ഷേ എന്നും ഏതൊരു കാര്യത്തിലും ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് തോൽവി അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇന്നും ഞാൻ തോൽവി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ പിന്നാലെ വിട്ടുപിടിക്കും. പക്ഷേ പഠിത്തത്തിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം അത് ടെക്നിക്കൽ പ്രോബ്ലം. പിന്നെ എന്തൊരു കഷ്ടം എപ്പോൾ വന്നാലും ഞാനത് നല്ല രീതിക്ക് ഫേസ് ചെയ്തേക്കും. ഞാനത് കഷ്ടമായിട്ട് കരുതത്തില്ല. ബിക്കോസ് മനുഷ്യനതിനെ കഷ്ടമാണെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഇരുന്നു പോവും. ഞാൻ എന്തു ചെയ്യുമെന്നും പറഞ്ഞ് അതെനിക്കിഷ്ടമല്ല. ഈ പാവത്താനാണ് വയ്യാന്നൊക്കെ പറയുന്ന സംസാരമൊക്കെ. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയുന്നുണ്ട്, ഗോ ഫോർ ഇറ്റ്, അതിനുവേണ്ടി ശ്രമിക്കണം. ബേസിക്കലി ഒരു കാര്യം നിങ്ങൾ തറയെന്ന് തുടങ്ങുമ്പോൾ അത് നല്ല രീതിക്ക് സക്സസ് ആവും. സത്യമാണ്. ആർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടോ അവർക്ക് എല്ലാവർക്കും ഒരു നല്ല മെസ്സേജാണിത്. താങ്കളെ കണ്ടതിന് ശേഷം അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന്. 100%. നിങ്ങൾ എക്സാമ്പിൾ എന്നെ തന്നെ നോക്കിയാൽ മതി. ഞാൻ എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ പഠിക്കത്തില്ല. ഞാൻ എന്നിട്ട് അവർ തരുന്ന ഡയലോഗ്സൊക്കെ ഞാൻ മനസ്സിലാക്കി എടുക്കത്തേ ഉള്ളൂ. അതാണ് ഞാൻ ജനങ്ങൾക്കും പിന്നെ ക്യാമറയുടെ മുൻപിലും ഞാൻ നല്ലപോലെ ഡെലിവറി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നല്ല രീതിക്ക് പോകുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റേജസിലും അങ്ങനെ തന്നെ. താങ്കളുടെ അടുത്ത് സ്ക്രിപ്റ്റ് വരുമ്പോൾ താങ്കൾ ഒന്നും വായിക്കാറില്ലേ? ഞാൻ പഠിക്കത്തേ ഇല്ല. ഞാൻ എപ്പോഴും പറയേണ്ട ഡയലോഗ് എന്നോട് പറഞ്ഞു തരാൻ പറയും, എന്നിട്ട് അവരത് പറഞ്ഞു തരും എനിക്ക്. സോ എന്നിട്ട് ഞാനത് അവർ പറയുമ്പോൾ നല്ലപോലെ കേട്ടിട്ട് ലെറ്റ് മീ മേക്ക് മൈ ഓൺ ടോക്ക്. എന്നിട്ട് ഞാൻ പറയുന്ന രീതിക്ക് ഇഷ്ടമാവും, അത് നല്ല രീതിയിൽ ഇപ്പോൾ റീച്ച് ആവും. താങ്കൾ പറഞ്ഞ വലിയ വലിയ ഡയലോഗുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതിന്റെ ഡെലിവറി എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് താങ്കൾ വായിക്കാറില്ലേ? എല്ലാം മെമ്മറിയിൽ നിന്നാണോ? അതെ, ഓബ്വിയസ്ലി. ഞാൻ അത് അവരുടെ അടുത്ത് ചോദിച്ച് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ മൈൻഡിൽ ഇങ്ങനെ എനിക്ക് രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കും വാക്കുകളൊക്കെ. പിന്നെ അത് കേൾക്കുന്തോറും എനിക്ക് വളരെ എളുപ്പമായിട്ട് ഇങ്ങനെ മാറും. പിന്നെ ഞാൻ ഈ എൻഡ് ഓഫ് ദി ഡേ പറഞ്ഞു വരുന്ന എല്ലാ ഡയലോഗ്സും ഞങ്ങൾ സ്ക്രിപ്റ്റിലുള്ള രീതിക്ക് തന്നെ ഡെലിവറി ചെയ്യാൻ പാടില്ലെന്നാണ്. അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ തോട്ടായിട്ടാണ് ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അത് പബ്ലിക്കിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? നിങ്ങളുടെ എല്ലാ പടത്തിലുള്ള നിങ്ങളുടെ റോൾ ഉണ്ടല്ലോ, അതായത് റഫ് ആൻഡ് ടഫ് ആയിട്ട് ദേഷ്യത്തോടെ കാണിക്കുന്നത്. ആ ദേഷ്യക്കാരനായ സണ്ണി ഡിയോളിന് എപ്പോഴെങ്കിലും ചെറിയ പ്രായത്തിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് തല്ലി കിട്ടിയിട്ടുണ്ടോ? വീട്ടിൽ എന്നെ തല്ലാത്ത ഒരാൾ മിച്ചമില്ല ഇനി. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പിന്നെ ആ വയസ്സിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിള്ളേരായിട്ട് എന്നെ കുറേ കാലം ജീവിക്കണം. കാരണം ആ കാലം പിന്നെ തിരിച്ചൊരിക്കലും കിട്ടത്തില്ല. നമ്മളവരെ അച്ഛൻ വളരെ ബിസി ആയിട്ടുള്ള ഒരാളായിരുന്നു. അച്ഛൻ എപ്പോഴും ബിസിയാണ്. അങ്ങനെ ഉള്ളപ്പോഴും അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് സത്യം പറഞ്ഞാൽ, ഞാൻ ടെറസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ ആ ഉണ്ടിക്കോൽ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നായിരുന്നു അടിച്ച്. ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ മറ്റുള്ള വീട്ടിലെ കണ്ണാടി പൊട്ടിക്കുമ്പോഴാണ് കുറച്ചുകൂടെ സന്തോഷമൊക്കെ ഉള്ളത്. ഒരു പ്രാവശ്യം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും അച്ഛനെ പേടിക്കുമോ ശരിക്കും പറയണമെങ്കിൽ. ഈ കാര്യം അച്ഛൻ അറിയുമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലത്തെ പേടി ഇരുന്നുകൊണ്ട് തന്നെ ഇരിക്കും എനിക്ക്. ഞാൻ താഴോട്ട് ഓടി വരുന്ന സമയത്ത് അച്ഛൻ നോക്കിയിട്ട് നീ എവിടെയാ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോൾ അച്ഛൻ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് അച്ഛനെന്നത് വേറെ ദേഷ്യത്തിലായിരുന്നു തോന്നുന്നു. ഒരൊറ്റ അടി ഓർണം തന്നതാ എൻ്റെ ചെവിക്കാരണത്തിന് 3 വിരൽ പറഞ്ഞു. കാരണം അച്ഛൻ്റെ കൈ അത്രയും വലുതാണ്. ഞാൻ എന്താ ചെയ്തതെന്ന് അദ്ദേഹത്തിന് അറിയില്ല, പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സണ്ണി ദിയോളിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഇത് ഷാരൂഖും പ്രശംസിച്ച കാര്യമല്ലേ? കരൺ ജോഹറും പ്രശംസിച്ചു. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു.
വെൽക്കം ബാക്ക്. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ സണ്ണി ദിയോളാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സണ്ണി ഡിയോളിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം അദ്ദേഹം അൺഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളതാണ്. സണ്ണി, ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് ഫിലിം ഇൻഡസ്ട്രി വളരെയധികം നൽകിയിട്ടുണ്ട്. താങ്കളെ ഒരു വലിയ സ്റ്റാർ ആക്കിയിരിക്കുന്നു. മുംബൈ ഇൻഡസ്ട്രി താങ്കളെ വലിയ ലെവലിൽ കൊണ്ടെത്തിച്ചു. പക്ഷെ താങ്കൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രി ഡിഡ് നോട്ട് ബിലീവ് ഇൻ മീ. ഇവിടെ എനിക്ക് ഫെയർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നില്ലെന്ന് താങ്കൾ പറയുന്നു. യു ആർ വെരി റൈറ്റ്. ബട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഉള്ള സിറ്റുവേഷൻ ഞാനൊരു കാര്യം ഉറപ്പായിട്ടും പറയും. അവിടെയുള്ള അച്ഛന്റെ കേപ്പബിലിറ്റി, അച്ഛൻ അത്രയധികം ഇൻഡസ്ട്രി മുഴുവനും ഡെലിവറി ചെയ്തിട്ടുണ്ട്. ആരംഭകാലം തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആരും ഇത്ര അധികം ഒരു കേപ്പബിലിറ്റി കാണിച്ച ഒരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇൻഡസ്ട്രി ഒരു അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു ആക്ടറെയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അത് സ്റ്റുഡിയോക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, അത് ഡയറക്ടർ ആയിക്കോട്ടെ, അത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ആരും അങ്ങനെ മിങ്കിൾ ആവത്തില്ല. എപ്പോൾ ഞാൻ വർക്ക് ചെയ്താലും എപ്പോഴും ഒരു പുതിയ ഡയറക്ടറുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തത്, പുതിയ ടീമിൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ ഞാൻ എൻജോയ് ചെയ്തത് അത് തന്നെയാണ്. കാരണം അവരുടെ അടുത്തുള്ള ആ ഇൻട്രസ്റ്റും പിന്നെ അവർക്ക് പ്രൂവ് ചെയ്യണമെന്നുള്ള മറ്റൊരു ഫയറും നല്ല രീതിക്ക് ഉണ്ടാവും. പിന്നെ എൻ്റെ പൾസും നല്ല രീതിയിൽ മാച്ച് ആവും. ഞാനിപ്പോൾ എന്തോ ഒരു സിനിമ ചെയ്താലും മറ്റേ പറയുന്ന ഗായൽ, ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ന്യൂ കമ്മേഴ്സ് ആയിരുന്നു. പിന്നെ എല്ലാവരും ശരിക്കും ഒരു പുതിയ ന്യൂ കമ്മേഴ്സ് ആയിരുന്നു, യങ്സ്റ്റേഴ്സ് ആയിരുന്നു. പിന്നെ ആരംഭത്തിൽ വന്ന ഈ രാഹുൽ വാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ പയ്യൻ തന്നെ ആയിരുന്നു. പിന്നെ JP ദത്ത, അദ്ദേഹം ഒരു ചെറിയ പയ്യനായിരുന്നു അന്ന് വന്ന ഡയറക്ടറിൽ. മൻമോഹൻ സിംഗ് ദേശായിയുടെ പടം, ഇതുപോലെ പുതിയ ഡയറക്ടേഴ്സിൻ്റെ പടമായിരുന്നു അന്ന് പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളുടെ റീജിയൻ്റെ തന്നെ ഒരു പടം എടുത്തോണ്ട് ഇങ്ങനെ തന്നെ അങ്ങോട്ട് അവരുടെ അടുത്ത് എപ്പോഴും ഒരു പുതിയതായിട്ട് നല്ല രീതിക്കുള്ളൊരു പവർഫുൾ തോട്ട്സ് ഉണ്ടാവും. ടെക്നിക്കലി അവർക്ക് പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ എപ്പോഴെങ്കിലും വലിയ സ്റ്റുഡിയോസൊക്കെ ചില ഈ ഫാമിലി ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പ്രൊഡ്യൂസേഴ്സോ എന്നീ ഫാമിലി ആയിട്ട് പടം ചെയ്യുന്നവരായിട്ടൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ അതിനുശേഷം ഖദർ റിലീസായതിനു ശേഷം പലരും താങ്കളെ പുകഴ്ത്തി സംസാരിച്ചു. സൽമാൻ ഖാൻ ട്വീറ്റ് ചെയ്തു, ഫിലിമിന്റെ പോസ്റ്ററിനെ കുറിച്ച് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 1.5 കിലോ കായ് 40 കോടി ഓപ്പണിങ്ങിന് ഈക്വൽ ആണെന്ന്. സൽമാനും എനിക്കും പിന്നെ രണ്ടുപേർക്കും കുറച്ച് വ്യത്യസ്തമായ തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓബിയസ്ലി ഞാൻ സീനിയർ ആയതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സെറ്റിലോട്ടൊക്കെ വരുമായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം എനിക്കൊരു നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം നല്ല പോലെ എൻ്റെ അച്ഛനോടൊപ്പം ഇടപഴകുമായിരുന്നു. ആൻഡ് സോ ദാറ്റ് ഈസ് ഗിവ് ആൻഡ് ടേക്ക്. സോ കുറച്ച് കുറവായ ആൾക്കാരുടെ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഓബ്വിയസ്ലി എൻ്റെ കൊളീഗ്സും ചില ആൾക്കാരുണ്ടാവും. പിന്നെ ഐ ഹാവ് റിയലി ഗുഡ് ബോണ്ട്സ് വിത്ത് എവറി വൺ. പക്ഷേ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ആർക്കൊക്കെ എന്നെ ഇഷ്ടപ്പെടട്ടെ, ഇല്ലെങ്കിൽ അങ്ങോട്ട് പോട്ടെ, വേറെ എന്ത് ചെയ്യാൻ. ഷാരൂഖ് ഖാനും പുകഴ്ത്തിയിരുന്നു. ഡെഫിനറ്റ്ലി ഷാരൂഖ് നിങ്ങൾ നോക്ക്, അതൊക്കെ എപ്പോൾ സംഭവിച്ചോ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ടൈമാണ്. പിന്നെ ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പിന്നെ പതുക്കെ ഫേഡ് ഔട്ടായി പോയേക്കും. അങ്ങനെ തന്നെ മറഞ്ഞു പോയേക്കും, മുഴുവനും വേസ്റ്റായി. ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ ഒരു കൊച്ചു പിള്ളേരെ പോലെയാണല്ലോ. ഇടയ്ക്ക് ഞാൻ ഷാരൂഖും പിന്നെയും കണ്ടതാണ്, ഞങ്ങൾ സംസാരിച്ചതാണ്, സിനിമയെക്കുറിച്ച് സംസാരിച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു, എൻ്റെ സിനിമയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. എൻ്റെ സിനിമ അദ്ദേഹം ഫാമിലി ആയിട്ട് തന്നെ വന്നിരുന്ന് കണ്ടു. ഒരുപാട് സമയം സംസാരിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അതൊക്കെ കരൺ ജോഹറും പ്രശംസിച്ചിരുന്നു. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? താങ്കൾ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിയല്ല. കാരണം താങ്കൾ എല്ലാവരുടെയും കൂടെ മിങ്കിളാവുന്നില്ല, ഒരു പാർട്ടിക്കും പങ്കെടുക്കാറുമില്ല. ഇങ്ങനെ പോലും ആയിരിക്കാം. ബിക്കോസ് ഓബ്വിയസ്ലി നിങ്ങൾ നോക്കിക്കേ, പാർട്ടിക്ക് പോകുന്നത് ഞാൻ തെറ്റെന്ന് ഒരിക്കലും പറയത്തില്ല. ഓബ്വിയസ്ലി കാരണം അവിടെ നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കേണ്ട അവസ്ഥ വരും, മാറി മാറി കെട്ടിപ്പിടിക്കേണ്ട ആവശ്യം വരും. ഞാൻ ഇയർലി റൈസറാണ്. സോ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കും. ഞാൻ ആരംഭത്തിൽ പോകുന്ന സമയത്ത് ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ആർക്കൊക്കെ ഒരുപാട് മത്താവുന്ന അവർ പെട്ടെന്ന് പിടിച്ച് നമ്മളടുത്ത് സംസാരിക്കാൻ നോക്കും. പിന്നെ അവർ സംസാരിക്കുവാണെങ്കിൽ എല്ലാം ലൂപ്പ് മോഡിലായിരിക്കും, തന്നെയും പിന്നെയും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും അറിയാത്ത പോലെ. പിന്നെ എനിക്കും കുറച്ചും കൂടെ മത്ത് കയറിയാൽ ഞാനും അവരുടെ ഒപ്പം ലൂപ്പ് മോഡിൽ കയറി നല്ലപോലെ ട്രാവൽ ചെയ്ത്
പിന്നെ നല്ലപോലെ തലയ്ക്ക് പിടിച്ചാൽ അവരുടെ അടുത്ത് പിന്നെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനും കഴിയില്ല. പിന്നെ ഇത് ആ കാലമാണ്, ഇപ്പോഴൊന്നും സംസാരിക്കാനേ കഴിയത്തില്ലെന്നാ തോന്നുന്നത്. ഇപ്പോ ഓരോരുത്തർക്കും ഓരോ ഒരു passion പേഴ്സണാലിറ്റീസ് കാണാറില്ലേ? എല്ലാരും താങ്കളെ ചേട്ടാ ചേട്ടാന്നാണ് വിളിക്കുന്നത്. ഞാനും എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരാള് നമുക്ക് റെസ്പെക്ട് തരുവാണെങ്കിൽ തിരിച്ചത് ഉറപ്പായിട്ട് നമ്മൾ റെസ്പെക്ട് കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. ചേട്ടാൻ നമ്മൾ വിളിക്കുവാണെങ്കിൽ തിരിച്ച് ചേട്ടാന്ന് വിളിക്കുന്നതാണ് ശരിക്കും അങ്ങനെ റെസ്പെക്ട്. കരുതിയില്ലെങ്കിൽ കാരണം ഞാൻ അങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കത്തില്ല. കാരണം ഇതാണ് എൻ്റെ ലോകം. എനിക്ക് ഈ ലഹരിയുടെ ലോകത്ത് ജീവിക്കാൻ സന്തോഷമില്ല. ഓപ്പർച്യൂണിറ്റീസ് നോക്കും, എന്ത് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് വരാൻ നോക്കും. നല്ല കാര്യത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാവും. പിന്നെ ഞാൻ ഒരാളെക്കുറിച്ച് തെറ്റായിട്ട് പറയുന്നു വിചാരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല ഒരിക്കലും. പിന്നെ ഇതാണ് ലോകം ആക്ച്വലി. ഇവിടെ എന്താ കറക്റ്റ് എന്താ തെറ്റെന്ന് പറയാനുള്ള ഒരു റൈറ്റ്സും എനിക്കില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ഞാൻ ഇരിക്കാൻ പോകുന്നത്. മറ്റുള്ളവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോകുന്നു. ഇതിൽ ഞാൻ ധരംജിയുടെ ഒരു ഇന്റർവ്യൂ വായിച്ചിരുന്നു. അദ്ദേഹം സണ്ണിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എത്രയോ ശ്രമിച്ചെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാ, ആ പാട്ട്, അതായത് മഴ പെയ്യുന്നു, മേഘത്തിൽ ഇടി മുഴങ്ങുന്നു, അപ്പോൾ അമൃത സിംഗിനെ കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞെന്ന് കേട്ടു. പക്ഷേ സണ്ണിക്കത് സാധിച്ചില്ല. എന്നെ കൊണ്ട് പറ്റുകയും ചെയ്യും, പക്ഷേ ചെയ്യാൻ പറ്റാണ്ടൊന്നുമല്ല. പക്ഷേ ബേസിക്കലി ഞാനൊരു കുറച്ച് ഷൈ ടൈപ്പ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരുപാട് നാണം വരും. കൊച്ചുപ്രായം തൊട്ടേ ഒരുപാട് നാണം വരുന്ന ഒരാളായിരുന്നു ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. എനിക്കിങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹം. ബട്ട് ഞാൻ അങ്ങനെ തന്നെയാണോ അതോ കെട്ടിപ്പിടിക്കാറുണ്ടോ? ഞാൻ ഡയലോഗിൽ തന്നെ അതൊക്കെ എളുപ്പത്തിൽ തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ എല്ലാം നല്ലപോലെ മാറാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരുടെ അടുത്തും നല്ല രീതിക്ക് മാറണം, ചേഞ്ച് ചെയ്യണമെന്നും പറഞ്ഞ് മിങ്കിളാവാനും ശ്രമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ കുറച്ച് കുറച്ചായിട്ട് മാറ്റിക്കൊണ്ടാണ് വരുന്നത്. ഇപ്പം മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇനി എപ്പം മാറ്റാനാണ് ഇതൊക്കെ. പക്ഷേ ഇന്നും പല ഡയറക്ടേഴ്സ് പറയാറുണ്ട് സണ്ണി ഡിയോളിനൊപ്പം ജോലി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. കാരണം താങ്കളുടെ ടൈംസിലാണ് ജോലി ചെയ്യുന്നതെന്ന്. ഇല്ല, അങ്ങനെയൊന്നും ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിലുള്ള ഒരു റൂൾസ് ഒന്നും ഞാനൊരിക്കലും വെച്ചിട്ടില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ സ്ക്രിപ്റ്റ് പോലും കേൾക്കില്ല. ഞാൻ അവർക്ക് 10 ദിവസം വേണോ അതോ 100 ദിവസം വേണോ എന്ന് കോൾ ഷീറ്റിനെ കുറിച്ച് മാത്രമേ ചോദിക്കുള്ളൂ. ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ വേണം. ഒരു കൊച്ചിനെ പ്രസവിക്കുന്ന പോലെ തന്നെയാണ്. അതിനുവേണ്ടി ഒരുപാട് സെറ്റപ്സൊക്കെ ആവശ്യം വരും നമുക്ക്. സോ അതിനുവേണ്ടി എല്ലാവരും എന്തോരം കഷ്ടപ്പെടുന്നോ അതിനുള്ള റിസൾട്ട്സ് നമുക്ക് നാളെ തിരിച്ച്. ഞാൻ 2-3 എക്സാമ്പിൾ പറയാം. JP ദത്തയോടൊപ്പം താങ്കൾ ബോർഡർ സിനിമ ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ പ്രോജക്റ്റ് തുടങ്ങി, പക്ഷേ സ്റ്റോപ്പ് ചെയ്തു. ഇല്ല, അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തില്ല. ഞാൻ അതല്ലേ നേരത്തെ പറഞ്ഞത്. മറ്റേ 2015 JP സാറ് ബോർഡർ 2 ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് എൻ്റെ ഒരു പടം കറക്റ്റായിട്ട് റിലീസായിട്ട് ഓടിയില്ല അങ്ങനെ. സോ ഓബിയസ്ലി നമ്മുടെ ഇൻഡസ്ട്രിയുടെ, പിന്നെ ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഒരു പടം ഓടിയില്ലെങ്കിൽ മറ്റൊരു പടം ചെയ്യാൻ ആർക്കും തന്നെ ഇവിടെ ഗട്ട്സ് ഉണ്ടാവില്ല. പിന്നെ ഈ സിനിമ ഇപ്പോൾ ഓടിയതും എല്ലാവരും വന്ന് ഞാൻ ഇത് ചെയ്യാം അത് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകം ഇങ്ങനെ തന്നെ ആയിരിക്കും സാർ. താങ്കളുടെ പല സിനിമകളും ഹിറ്റായി, അതോടൊപ്പം തന്നെ പല സിനിമകളും പകുതിയിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇല്ല, എല്ലാം ഒന്നും സ്റ്റോപ്പല്ല. നല്ല രീതിക്കാണ് എല്ലാം തീരുന്നത്. പക്ഷേ ഒരു പടം മാത്രം. ഞാൻ ചില സിനിമകളുടെ പേരുകൾ ശരി പറഞ്ഞോളൂ. ഷീഷ, ചുനോത്തി, ഇന്ത്യൻ, ബജ്രംഗ്, ഇഷ്ക് മുഹബത്ത്, ഹഫ്താർ, ധൂൾ, ഈ എല്ലാ സിനിമകളും മെൻഷൻ ചെയ്യാറുണ്ട്. അതായത് ഇല്ലല്ല, ഷീഷ സിനിമയ്ക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇല്ല, ഈ സിനിമകളൊന്നും തുടരുന്നില്ല. ഇല്ല, ബജ്രംഗ് ചെയ്തോണ്ടിരുന്നതായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് പ്രൊഡ്യൂസർ പാസ്ഡ് അവേ. പിന്നെ ചെയ്യാൻ പറ്റാണ്ട് ഓരോ ഇഷ്യൂസും ഉണ്ട്, അങ്ങനെ നിന്നുപോയി. സാർ പിന്നെ നിങ്ങൾ വേറെന്തോ ഒരു പേര് പറഞ്ഞല്ലോ. മറ്റു പടങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ക് മുഹബത്ത്. ഇല്ല സാർ, ഈ സിനിമയെ കുറിച്ച് ഹഫ്താർ, ഹഫ്താർ ഇന്ത്യൻ ഞാൻ തന്നെ എടുക്കേണ്ടതായിരുന്നു ശരിക്കും പറയണമെങ്കിൽ. ആ സമയത്ത് പടത്തിന്റെ പൂജയൊക്കെ ഇട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ആയിരുന്നു. ആ സിനിമയിലാണ് ഐശ്വര്യ റായ് പോലും ലോഞ്ച് ആവുന്നതായിട്ട് സംസാരിച്ചിരുന്നത്. അതിൽ ഞങ്ങൾ ആക്ച്വലി പാട്ടൊക്കെ ഒരുപാട് അങ്ങോട്ട് ഷൂട്ട് ചെയ്തതായിരുന്നു. വലിയ വലിയ സെറ്റൊക്കെ ഇട്ടപ്പോൾ ബഡ്ജറ്റ് പെട്ടെന്ന് ഇൻക്രീസ് ആയിട്ട് ഷൂട്ടൊക്കെ പതുക്കെ നിൽക്കേണ്ട അവസ്ഥയായി. ബഡ്ജറ്റ് താങ്കൾക്ക് ഖദറിലും കുറവായിരുന്നല്ലോ അല്ലേ? അതെ, ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് നല്ല രീതിക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ സിനിമ ഓൾറെഡി ഹിറ്റായതുകൊണ്ട് ആ സിനിമയുടെ പേര് രക്ഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിക്ക് എഫേർട്ട് ഇട്ടതുകൊണ്ട് നല്ല രീതിക്ക് ഒരു സക്സസ് കിട്ടി. അതുകൊണ്ടാണ് അതിന്റെ സക്സസ് വളരെ വലുതായിരുന്നത്. ഏത് സിനിമയാണോ താങ്കൾ 50-60 കോടിയിൽ ചെയ്തത്, അത് 500 കോടി സമ്പാദിച്ചു. ജനങ്ങളാണ് എല്ലാം രക്ഷിച്ചത്. ഓഡിയൻസ് ആർക്കെങ്കിലും ചോദിക്കണം. ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്,
താങ്കൾ ഒരു ആക്ടർ ആയില്ലെങ്കിൽ എന്താകുമായിരുന്നു? ആ, നോക്കൂ, ഞാനേ കൊച്ചു പ്രായത്തിൽ എൻ്റെ കോളേജ് തീർത്തതിന് ശേഷം എനിക്ക് ആക്ച്വലി കുറച്ച് ഡ്രൈവിങ്ങിൽ നല്ല രീതിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും റേസിംഗ് ആയിക്കോട്ടെ, റാലി റേസിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിനും പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് ബോക്സിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ എന്നെ ഒരിക്കലും ആ സൈഡിലോട്ട് അവർ വിട്ടിട്ടില്ല. പാരൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസ് ആയിരുന്നുകൊണ്ട് പിന്നെ ശരിക്കും ഞാൻ പഠിച്ചില്ല. ഞാൻ ഒട്ടും തന്നെ പഠിച്ചില്ലെന്ന് തന്നെയാണ് പറയേണ്ടത് സത്യം പറയണമെങ്കിൽ. പിന്നെ ഓബ്വിയസ്ലി എൻ്റെ സിറ്റുവേഷനൊക്കെ മാറി അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ പറയണമല്ലോ, എല്ലാം മാറിപ്പോകുമെന്ന് പറഞ്ഞ് ആ ഒരു സമയത്തായിരുന്നു എനിക്ക് മറ്റേ ഈ ആക്ടിങ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നത്. ഞാൻ വല്ലാണ്ട് നാണിക്കും, അധികം അങ്ങോട്ട് സംസാരിക്കത്തുമില്ല. സോ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ എനിക്ക് ആക്ടിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, മോനെ നിൻ്റെ ഇഷ്ടം, നീ എന്തുവേണി ചെയ്യും, നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ ചെയ്യാനായിരുന്നു അച്ഛൻ പറഞ്ഞത് ആ സമയത്ത്. ഞാൻ എങ്ങനെ ഒരു ആക്ടറാവും? കാരണം ഇവിടെ ഒരുപാട് നല്ല ആൾക്കാരും ഉണ്ടാവും, പിന്നെ കുറച്ച് തെറ്റായിട്ട് സംസാരിക്കുന്ന മനുഷ്യരും ഉണ്ടാവും. എൻ്റെ ഫീൽഡിൽ ഒരു നോർമൽ മനുഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. കുറച്ച് ദിവസം പുറത്ത് പോകാമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് ഇംഗ്ലണ്ടിലോട്ട് പോയിരുന്നത്. ബ്രമിംഗം എന്ന് പറഞ്ഞൊരു ഓൾഡ് തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ നിന്ന്. അവിടെ ഞാൻ പോയിട്ട് ഞാൻ അവിടെ നിന്നൊരു അഡ്മിഷൻ മേടിച്ചിരുന്നു. ശശി കപൂർ സാറായിരുന്നു എനിക്ക് അഡ്മിഷൻ മേടിച്ചു തന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മോൻ കുണാലു വന്ന് അവിടെ തന്നെയായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ആർക്കും എന്നെ വലിയ രീതിക്ക് അറിയാണ്ടിരുന്നത് കൊണ്ട് ഓബ്വിയസ്ലി അവിടെ ഞാൻ സ്റ്റേജ് വർക്കൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരെന്നോട് എന്തെങ്കിലും ഡയലോഗ് പറയാൻ പറഞ്ഞാൽ എനിക്ക് വരത്തില്ല അത് അത്രയും പെട്ടെന്ന്. ഞാനത് റിട്ടേൺ ഇങ്ങനെ തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് 1.5 വർഷം ഞാൻ അവിടെ തന്നെ ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന സമയത്താണ് അവിടുന്ന് എനിക്കൊരു സർട്ടിഫിക്കറ്റ് പോലും അവർ തന്നിരുന്നത്. അതിലെനിക്കൊരു 2-3 മാർക്സിൽ എനിക്കൊരു ഡിസ്റ്റിങ്ഷനൊക്കെ മിസ്സായിപ്പോയി. ആൻഡ് ഓബ്വിയസ്ലി അത് വേറൊന്നുമല്ല, എൻ്റെ ഒരു ലാംഗ്വേജ് ഇഷ്യൂസും ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും, അവിടെ എൻ്റെ ഒരു ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തന്നിരുന്നത് എനിക്കിപ്പോഴും നല്ല രീതിക്ക് ഓർമ്മയുണ്ട്. യു വിൽ നെവർ ബിക്കം എൻ ആക്ടർ എന്ന് പറഞ്ഞു. സർ, ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, പക്ഷേ താങ്കളുടെ മൂവിയിൽ നല്ല നല്ല ഡയലോഗുകളുണ്ട്. അതിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് ഇതാണ്, 2.5 കിലോ കാ ഹാത്ത്. സർ, ഒരേ ഒരു തവണ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാവോ പ്ലീസ് സർ? ये 2.5 किलो का हाथ जब उठता है ना, तो आदमी उठता नहीं, उठ जाता है. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ വിചാരണയും ചോദ്യങ്ങളും തുടരുന്നതായിരിക്കും. ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ആർമിയെ വിട്ടേക്കൂ, സണ്ണി ദിയോൾ എന്റെ എതിരിൽ വരികയാണെങ്കിൽ എന്റെ കൈക്ക് എത്ര പവർ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നു. നമ്മളത് പേഴ്സണലായിട്ട് എടുക്കാണ്ടിരുന്നാൽ തന്നെ നല്ലതാണ് സർ. പിന്നെ ആർക്കെങ്കിലും മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് എൻ്റെ അടുപ്പം മത്സരിക്കാൻ വരാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സ്റ്റാർ സണ്ണി ദിയോളിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സണ്ണി ദിയോളിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ഒരു ഇറസ്പോൺസിബിൾ മാനാണ് എന്നുള്ളതാണ്. സണ്ണി, ഈ കുറ്റാരോപണം പാകിസ്ഥാനിലുള്ള ജനങ്ങളുടെ അടുത്തു നിന്നാണ് വന്നത്. അവര് പറയുന്നത് പടത്തിൽ അവരെ വളരെ വീക്കായിട്ടാണ് കാണിച്ചതെന്ന്. ഒരാള് എന്താ പറഞ്ഞെന്ന് വെച്ചാ, ആർമിയെ വിട്ടേക്കൂ, സണ്ണി ദിയോൾ എന്റെ എതിരിൽ വരികയാണെങ്കിൽ എന്റെ കൈക്ക് എത്ര പവർ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇതുപോലത്തെ പല സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഞാനൊരു ആക്ടറാണ്, ഞാനൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുവാണ്. സിനിമ എടുക്കുന്നത് പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ. നമ്മളത് പേഴ്സണലായിട്ട് എടുക്കാണ്ടിരുന്നാൽ തന്നെ നല്ലതാണ് സർ. പിന്നെ ആർക്കെങ്കിലും മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് എൻ്റെ അടുപ്പം മത്സരിക്കാൻ വരാം. ഇവിടെ മറ്റൊരു പാകിസ്ഥാനി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇൻഷാ അള്ളാ സണ്ണി ദിയോൾ പാകിസ്ഥാനിലേക്ക് വരുന്ന സമയത്ത് ആർമി അദ്ദേഹത്തിന് ഉത്തരം നൽകും. അദ്ദേഹത്തിന് ഫിലിമൊക്കെ ചെയ്യാം, പക്ഷേ റിയലായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. റിയലായിട്ട് പറയണമെങ്കിൽ ഞാനൊരു സോൾജർ അല്ല, ഞാനൊരു ആക്ടറാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പിന്നെ ഒരു സോൾജർ മറ്റുള്ള നാടുകൾക്ക് എന്തിനു വേണ്ടിയാണ് പോകുന്നത്? എവിടെയെങ്കിലും അവസ്ഥ മോശമാണെങ്കിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ സർ? ഇന്ത്യ ലെവലിൽ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ, പൊളിറ്റിക്കൽ ഇഷ്യൂസോ. പിന്നെ സോൾജേഴ്സിനൊക്കെ ഒരാൾക്കൊരാൾ പോരിടാനായിട്ട് ഒരിക്കലും താല്പര്യം ഉണ്ടാവത്തില്ല സർ. നമ്മുടെ നാടിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ആർക്കും ആരുടെയും ജീവൻ എടുക്കാൻ താല്പര്യമില്ല സർ.
സണ്ണി, പാകിസ്ഥാനിൽ ചിലർ ഇങ്ങനെയാണെങ്കിൽ മറ്റു ചിലർ അഡ്മിറൽസ് ആയിട്ടും ഉണ്ട്. ഒരാൾ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, സണ്ണി ദിയോളിനെ പാകിസ്ഥാനിലേക്ക് വിളിക്കൂ, പാൽ ബൂത്തിൽ ക്യൂവിൽ നിർത്തൂ, 200 രൂപയ്ക്ക് മാവ് വാങ്ങാൻ നിർത്തൂ, 1.5 കിലോ പഞ്ചസാര നൽകൂ, വെള്ളവും കറണ്ടും ഒന്നും നൽകിയില്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ച് ഓടിപ്പോകുന്നു. നോക്കൂ സാർ, നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. നല്ലപോലെ സ്നേഹം കാണിക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ എവിടെ പോയാലും അവരുടെ മനസ്സിലൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ കുറച്ച് തെറ്റായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരാൾ തന്നെയാണ്. ഇവിടുന്ന് പോയവരാണ് അവിടെയുള്ളത്. ഇപ്പം ചില പ്രോബ്ലംസ് വരുന്നു. പിന്നെ എല്ലാവരും ഒന്ന് തന്നെയാണ്. പിന്നെ ഈ വഴക്കൊക്കെ നടക്കുന്നില്ലേ, ഇതൊക്കെ എപ്പോഴും സംഭവിക്കാൻ പാടില്ല. വഴക്കിടുന്ന ഓരോരുത്തരും ഒരാളുടെ മോനാണ്, ഒരാളുടെ ഭർത്താവായിരിക്കും, ഒരാളുടെ ചേട്ടനായിരിക്കും. എല്ലാവർക്കും കുടുംബമുള്ളത്. ആർക്കും ആരെയും കളയാൻ താല്പര്യമില്ല. ഇവിടെ ഉള്ളവരും വലിയവരല്ല, അവിടെയുള്ളവരും വലിയവരല്ല. എല്ലാവരും ഓരോ രീതിയിലും വലിയ ആൾക്കാരാണ്. ഞാൻ എപ്പോഴും ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കാനാണ് ജനിച്ചിരിക്കുന്നത്, വഴക്കിടാനായിട്ട് മാത്രമല്ല. ഒരാൾ നമ്മൾ പിന്നെ തിരിച്ച് കാണുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം സന്തോഷമായിട്ടിരിക്കാൻ നോക്കണം, വഴക്കിടരുത്. അതാണ്. സണ്ണി, താങ്കൾ പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയമാണെന്നാണ്. രാഷ്ട്രീയത്തിൽ താങ്കളും ഉണ്ടായിരുന്നല്ലോ. താങ്കളും പാർലമെന്റിലെ ഒരു മെമ്പർ ആയിരുന്നു. പക്ഷെ താങ്കൾ പാർലമെന്റിൽ പോയിട്ടേയില്ല. താങ്കളുടെ റെക്കോർഡ് ഞാൻ പറയട്ടെ. അതെ, റെക്കോർഡ് ശരിയല്ല. അതിനെക്കുറിച്ച് ഒരു ചോദ്യം വന്നില്ലല്ലോ. 3.5 വർഷത്തിൽ 19 പ്രാവശ്യമാണ് താങ്കൾ പോയത്. 2021 വിന്റർ സെഷനിൽ താങ്കൾ പോയിട്ടേയില്ല. 2024 വിന്റർ സീസണിലും താങ്കൾ പോയില്ല. 2023 മൺസൂൺ സെഷനിലും താങ്കൾ പോയില്ല. അറ്റൻഡൻസ് 0 ആണ്. എൻ്റെ അറ്റൻഡൻസ് ശരിക്കും ലോ ആണ്. പിന്നെ ഇതൊക്കെ ഞാൻ ഒരിക്കലും നല്ല കാര്യമൊന്നും പറയത്തില്ല. പിന്നെ ഞാൻ പോളിറ്റിക്സിനകത്ത് വന്നതിന് ശേഷം നോക്കിയാൽ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഇതെൻ്റെ ലോകമല്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ഉള്ളത്. അതിനുവേണ്ടി ഞാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങോട്ട് ഞാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ എല്ലാ പണിയും ചെയ്യും. പിന്നെ അങ്ങോട്ട് പോയാൽ പ്രോബ്ലം വരും, അത് രണ്ടാമത്തെ കാര്യം. അവിടെ സെക്യൂരിറ്റീസ് ഒരുപാടുണ്ടാവും. ആ സമയത്താണ് മറ്റേ കോവിഡ് വന്നത്, പ്രോബ്ലംസ് വന്നത്. സോ ആസ് ബീങ് എൻ ആക്ടർ, സോ ഞാൻ എവിടെയെങ്കിലും പോയാലും പെട്ടെന്ന് അവിടെ ഒരു കൂട്ടം ചേർന്നേക്കും. ഇങ്ങനെ അവിടെ പോയതിനു ശേഷം അത് എൻ്റെ ഒരു ഷോർട്ട് കമ്മിങ് ആയിരിക്കും. പിന്നെ ഒരു ആക്ടർ ആയതുകൊണ്ട് എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പെട്ടെന്ന് വിരൽ നീട്ടി സംസാരിച്ചേക്കും. ഇതുപോലെ എന്തൊക്കെയോ കാണും. സോ എനിക്ക് വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ലിസ്റ്റ് എടുത്തുകൊണ്ട് വന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെയൊക്കെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇരിപ്പുണ്ട് വീട്ടിൽ. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരെ പോലെ ഒരിക്കലും അങ്ങ് ചുമ്മാ ഇരിക്കത്തില്ല. ഞാൻ ചെയ്യുന്ന പണീനെക്കുറിച്ച് ഞാൻ ഒരിക്കലും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. എല്ലാം ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാൻ പോകുന്നത്. സോ ആസ് പോളിറ്റിക്സ് ഒബ്വിയസ്ലി ഇതെൻ്റെ ഒരു പ്രൊഫഷൻ. അവിടെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഫിറ്റ് അല്ല. അടുത്ത ഇലക്ഷനിൽ നിൽക്കാനുള്ള എന്തെങ്കിലും താല്പര്യമുണ്ടോ താങ്കൾക്ക്? ഇല്ല, ഉറപ്പായിട്ട് ഇതിനു ശേഷം ഞാൻ തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തയ്യാറല്ല. ഞാൻ ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചാൽ, ഞാനൊരു ആക്ടർ പറയും. എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, മോദിജി അത് മനസ്സിലാക്കുമെന്ന. ഇവൻ ഈ പയ്യൻ പറഞ്ഞത് കറക്റ്റാണ്. ആസ് എൻ ആക്ടർ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവൻ സിനിമയ്ക്കാണ് ഫിറ്റ്. ജനവും ഇതിനെ ആഗ്രഹിക്കുന്നത്. ജനങ്ങളും ഇതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അവർക്ക് വേണ്ടി നല്ല സിനിമ കൊടുക്കണമെന്നുള്ളത്. ഞാൻ ഇതിലാണ് എക്സ്പേർട്ട്. ആ പണി ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ബെറ്റർ ആയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് യൂത്ത് ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി നല്ല ഫിലിംസ് കൊടുത്താൽ ദേ വിൽ ഗെറ്റ് മോട്ടിവേറ്റഡ് ആൻഡ് ദേ വിൽ ഗെറ്റ് പോസിറ്റീവ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ദേ ഷുഡ് ഓൾവേസ് ബി പോസിറ്റീവ് ആൻഡ് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ഓൾ us. സണ്ണി, വിനോദ് ഖന്നയും പഞ്ചാബിൽ നിന്ന് പാർലമെന്റിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു, ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇതാ നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ട്രാക്ക് ചൂസ് ചെയ്തു. അദ്ദേഹം പോളിറ്റിക്സിൽ തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. എന്നോട് ഒരു പ്രാവശ്യം വന്ന് കാണാൻ പറഞ്ഞതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പോയത്. ആ സമയത്ത് അച്ഛനും അതിന് ഓക്കെ പറഞ്ഞതാണ്. സോ അച്ഛനും ആ സമയത്ത് പറഞ്ഞതാ, മോനെ നിന്നെ കൊണ്ട് ഇത് പറ്റരുത്. അപ്പം ഞാൻ എന്താ ചെയ്തില്ലെന്ന് ചോദിച്ചു. അകത്ത് വന്നതിന് ശേഷം മനസ്സിലായത് ഇതൊരു വലിയ കടലാണ്. ഇതിൽ നമ്മളെ കൊണ്ട് ഒരിക്കലും അങ്ങനെ തുഴഞ്ഞു വരാൻ പറ്റത്തില്ല. പോളിറ്റിക്സിൽ ഇരിക്കുന്നവർ അവരെ അങ്ങോട്ട് ഫുള്ള് കൊടുത്തേക്കണം അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ട്. രാഷ്ട്രീയം വേണമെന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമാണിത്. പിന്നെ എനിക്ക് സൂട്ടായില്ല, എനിക്കത്ര സെറ്റായില്ലെന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ. ഐ ബി ഏബിൾ ടു ആക്ച്വലി ഞാനൊരു ആക്ടറാണ്.
അതിനുശേഷം ഞാൻ ഡയറക്ടറായി, പ്രൊഡ്യൂസറായി. ഞാൻ ഇതെല്ലാം കൂടെ അതിനുശേഷം വിട്ടു. എന്നെ കൊണ്ടൊരു നല്ല ആക്ടറായിട്ട് മാത്രം ഇരിക്കാൻ കഴിയുള്ളൂ. താങ്കൾ പറഞ്ഞത് ശരിയാണ്. താങ്കൾ ഒരു പ്രൊഡ്യൂസർ ആകാൻ പാടില്ലായിരുന്നു. കാരണം പ്രൊഡ്യൂസർ ആയതിനു ശേഷം താങ്കൾ വാങ്ങിച്ച ലോണിന് താങ്കളുടെ ഓഫീസ് പോലും ജപ്തിയാവുന്ന സ്ഥിതിയിലെത്തി. നോക്കൂ, ബിസിനസ്സിലൊക്കെ ഉറപ്പായിട്ട് ഇതൊക്കെ സംഭവിക്കുന്നത് സാധാരണമാണ്. നോക്കൂ, ബിസിനസ്സിൽ ഉറപ്പായിട്ടും ഇതൊരു ഷോർട്ട് കമ്മിങ് ആയേക്കും. കഥ കേട്ടതിന് ശേഷമാണ് ഉറപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിനിമയിൽ നല്ലപോലെ പൈസ കിട്ടില്ലെങ്കിൽ പ്രോപ്പർട്ടീസ് വിറ്റാണ് അതൊക്കെ നമ്മൾ ഈടാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എനിക്കും അതുപോലെ പല പ്രോബ്ലംസും വന്നു. സോ ഇതൊക്കെയായിരുന്നു നടന്നത്. സോ എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചാലും എന്തെങ്കിലും ഒന്ന് ചെയ്താലും ഞങ്ങൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് എപ്പോഴും ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടാവും. സോ പ്രോബ്ലം ആയിട്ട് വരുന്ന സമയത്ത് നമ്മളതൊക്കെ ഡൈല്യൂട്ട് ചെയ്തേക്കും. കാശ് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കണം. പിന്നെ കാശ് നമ്മുടേതാണ്. അച്ഛൻ കഷ്ടപ്പെട്ടായിരുന്നു, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായി. 56 കോടി രൂപ ലോൺ വാങ്ങിച്ചു, അതിന് പണയം വെച്ചു, അത് തിരിച്ചെടുക്കാൻ സാധിച്ചില്ല. ബാങ്ക് നോട്ടീസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തു. പക്ഷേ 24 അവറിൽ എങ്ങനെ നോട്ടീസ് തിരിച്ചു വാങ്ങിച്ചത്? അതൊരു വലിയ ടെക്നിക്കൽ പ്രോബ്ലം. അതൊരു ജെന്യൂൻ പ്രോബ്ലമാണ്. ബിക്കോസ് അപ്പം ഞാൻ ഈ ഗദറിന് വേണ്ടി പ്രൊമോഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പം ഞാൻ അവർക്ക് ആക്ച്വലി ഒരു ലെറ്ററൊക്കെ അയച്ചതായിരുന്നു. 17 പിന്നെ 19 2 പ്രാവശ്യം ഞാൻ ലെറ്റർ അയച്ചതായിരുന്നു. 24th and 25th എല്ലാം ഞാൻ വന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. എന്താണെന്നറിയില്ല, എന്താണെന്നറിയാൻ മേല അവരെല്ലാം മാറ്റി മാറ്റിയാണ് സംസാരിക്കുന്നത്. ആര് ചെയ്തോ എന്തിനു ചെയ്തോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവർ കാശ് ചോദിച്ചത് ന്യായമായ കാര്യമാണ്. പക്ഷേ ഞാൻ 2 പ്രാവശ്യം ലെറ്റർ അയച്ചിട്ടും തിരിച്ചു ചോദിക്കുന്നത് പറഞ്ഞാൽ ന്യായമല്ലല്ലോ. ധാരാളം സമ്പാദിച്ചില്ലേ, തിരിച്ചു കൊടുക്കും. അവർക്ക് ഞാനത് കൊടുത്തേക്കും. അവരുടെ കാശ് എനിക്കെന്തിനാ? മറ്റുള്ളവരുടെ പൈസയ്ക്ക് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. എപ്പോഴും എൻ്റെ അച്ഛൻ പണ്ടോട്ടെ പഠിപ്പിച്ച കാര്യമാണതെനിക്ക്. ഞാൻ വിട്ട പൈസയെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. ഞാനിത് ഉറപ്പായിട്ടും പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇനി താങ്കൾ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യില്ല. ഉറപ്പായിട്ട് ഇതിനു ശേഷം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യത്തേ ഇല്ല. കാരണം അതിന് ഞാൻ സെറ്റാവത്തില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്ത് ചിലവാകുന്നൊന്നും ഞാൻ ആലോചിക്കത്തില്ല. അങ്ങോട്ട് എടുത്ത് കൊടുത്തേക്കോ എന്തായാലും. പിന്നെ ആർക്കാണ് ഞാൻ എന്ത് റെസ്പോൺസിബിലിറ്റി ആണോ കൊടുക്കുന്നത്, അവരെ കൊണ്ട് എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാൻ മേല. ഞങ്ങൾ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ആളായതുകൊണ്ട് ബിസിനസ്സിൽ വലിയ ഫോക്കസ് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു കുറച്ചുള്ള പ്രശ്നവും പറയണമെങ്കിൽ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പൈസ കടമായത്. ഇത് ആലോചിച്ചിരുന്നാൽ വന്നിരിക്കില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ തീരുമാനിച്ചത് വേണ്ടെന്ന്. അതുകൊണ്ടാണ് ആക്ടിങ് മാത്രം ചെയ്യണം. നോ പ്രൊഡക്ഷൻ, നോ ഡയറക്ഷൻ, ഓൺലി ആക്ടിങ്. പിന്നെ ജനങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ അടുത്ത്. ഓഡിയൻസിന് ചോദ്യം ചോദിക്കാം. ലാസ്റ്റ് ചോദ്യമാണ്. താങ്കളുടെ മൂവീസ് എല്ലാം വളരെ ഹിറ്റാണ്. പക്ഷെ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഒരു അവാർഡ് കിട്ടാത്തത്? ഇല്ല, എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് കിട്ടിയെന്നാണ്. ഇല്ല, എനിക്ക് കിട്ടിയതൊരു ഫിലിമിലായിരുന്നു. ഇനിഷ്യലി എനിക്കത് ഗായൽ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് കിട്ടി. ദാമിനി എന്ന് പറഞ്ഞ സിനിമയ്ക്കും കിട്ടിയിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഏതോ ഒരു 2 അവാർഡ് കിട്ടി. അത് ഏതിനാ കിട്ടിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല സത്യം പറയണമെങ്കിൽ. അവാർഡ് കിട്ടുന്നത് ഏറ്റവും നല്ല കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ അതിനുശേഷം കിട്ടുമെന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് കിട്ടിയില്ല. ഉറപ്പായിട്ടും കിട്ടിയില്ല. ഈ ചോദ്യം എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ അവാർഡ് ഫംഗ്ഷന്റെ സമയത്ത് അവിടെ താങ്കൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത് കാണാൻ സാധിച്ചിട്ടില്ല. നോക്കൂ, ഞാനൊരിക്കലും ക്രിട്ടിസൈസ് ചെയ്തില്ല. പിന്നെ അവാർഡ് ഒരിക്കലും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം അതിനെക്കുറിച്ച് തെറ്റായിട്ട് സംസാരിക്കാനേ പാടില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത് കിട്ടാം. പിന്നെ ഈ കിട്ടുന്നതിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും അത് മേടിച്ചിട്ട് ഇത് എനിക്ക് കിട്ടിയെന്നും പറയാൻ പറ്റും. പിന്നെ ഒരു ദിവസം അവർക്ക് മനസ്സിലാവും അവർക്ക് അതെന്തുകൊണ്ടാണ് കിട്ടുന്നത്. ബിക്കോസ് ഓൾ ഓഫ് യുവർ ജോബ്, നിങ്ങളുടെ ജോബ് അത് നിങ്ങൾക്ക് മേടിച്ചു തരും. പിന്നെ ജനങ്ങളും അതിന് വളരെ സന്തോഷപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി അവരും നല്ല രീതിക്ക് ആഘോഷിക്കുന്നുണ്ട്. വലിയ അവാർഡായ ജനങ്ങളുടെ സ്നേഹം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. ജനങ്ങളാണ് ഏറ്റവും വലിയ അവാർഡ്. അതിനേക്കാൾ വലിയൊരു അവാർഡ് എനിക്ക് ലോകത്ത് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ഇഷ്ടപ്പെട്ട സിനിമ എടുക്കുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ കോമൺ മാൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ എടുക്കുന്ന ഒരു കോമൺ മാൻ. ഞാൻ അവർക്കുള്ളിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ സിനിമ എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ റിയാലിറ്റി ഒന്നും വേണ്ട. കാരണം ഓൾറെഡി ജീവിതത്തിൽ റിയാലിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ തലവേദനയെ തരത്തുള്ളൂ. തിയേറ്ററിൽ എല്ലാം മറന്നിരിക്കാനാണ് നമ്മളീ പോകുന്നത്. 2-3 മണിക്കൂർ എൻജോയ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സിനിമ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ ക്രിട്ടിക്സിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ഒരിക്കലും ക്രിട്ടിക്സിന് വേണ്ടി സിനിമ എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സിനിമ എടുത്തിരിക്കുന്നത്. ക്രിട്ടിക്സ് സംസാരിച്ചോട്ടെ. അതുകൊണ്ട് നമുക്കെന്താണ് പ്രശ്നം? പിന്നെ അവരെപ്പോഴാണ് ഒരു സിനിമയായിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറയണം. നിങ്ങൾ ആരുടെങ്കിലും അടുത്ത് പോയി ഒരു അഡ്വൈസ് എങ്ങാനും ചോദിച്ചിരുന്നാൽ അവർ അഡ്വൈസ് പറയാൻ മാത്രമല്ല വന്ന വേറെ എന്തോ കാര്യം പറയാനും വന്നതെന്നും പറയും. ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സണ്ണി, താങ്കൾ പറയുന്നത്
സിനിമ കാണാൻ വരുന്നവരെല്ലാം മറന്ന് നമ്മളെ കാണണം. അതുപോലെ ഇവിടെ താങ്കളുടെ ഉത്തരം കണ്ട് ജനങ്ങളെല്ലാം മറന്നു കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മുടെ ഇന്നത്തെ ജഡ്ജി രുചിക മേത്തയുടെ ജഡ്ജിമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് സണ്ണി ഡിയോളിന്റെ മേലാണ് നമ്മൾ വിചാരണ നടത്തിയത്. അദ്ദേഹത്തിന്റെ ഫിലിമായ ഗദറിനെ പറ്റി നമ്മൾ ചോദിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ലൈഫിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ദേഷ്യത്തിനെക്കുറിച്ചും നമ്മൾ ചോദിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ അശ്രദ്ധയെക്കുറിച്ചും നമ്മൾ ചോദിച്ചു. ഇപ്പോ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ രുചിക മേത്തയുടെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. രജിത് സാർ, താങ്കളുടെ എല്ലാ ചോദ്യങ്ങളും വളരെ നന്നായിരുന്നു. എല്ലാവരും താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കേൾക്കുവാനായി വളരെ ഉത്സാഹത്തോടെയാണ് ഇരുന്നത്. അതിൽ ഞാനും ഉൾപ്പെടുന്നു. സണ്ണി സർ, താങ്കളുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം താങ്കൾ ഒരു അരഗന്റ് ആണെന്നുള്ളതാണ്. താങ്കൾക്ക് അക്കാര്യം ഇവിടെ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയുമോ? യു പ്രൂവ്ഡ് ഇറ്റ് റോങ്. നിങ്ങൾ വളരെയധികം ഇമോഷണലായി. അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് പോലെ അരഗൻസിന് ഇവിടെ പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. രണ്ടാമതായി ആരോപിച്ചിരിക്കുന്നത് താങ്കൾ ഒരു ആംഗ്രി യങ് മാൻ ആണെന്ന്. ഞാൻ പറയുന്നു താങ്കൾ യങ് മാൻ ആണെന്ന്. ഇപ്പോഴല്ല, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്കളുടെ മേൽ ചുമത്തിയിരിക്കുന്ന ആ കുറ്റങ്ങളൊന്നും താങ്കൾക്ക് ഒരിക്കലും ചേരുന്നതല്ല. കാരണം താങ്കളുടെ മൂവീസിലുള്ള സീനുകളൊക്കെ ഞാൻ കണ്ടപ്പോൾ അതിൽ താങ്കൾ ഒട്ടും ദേഷ്യപ്പെടാതെ വളരെ ഉത്സാഹത്തോടെയാണ് കണ്ടത്. നിങ്ങളത് മനസ്സറിഞ്ഞാണ് ചെയ്യുന്നത്. അതൊരു റൊമാൻസ് സീൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു ഫാമിലി സീൻ ആയിക്കോട്ടെ, നിങ്ങൾ ലവ് ചെയ്യുന്ന സീൻ കൂടെ വളരെ നന്നായിരിക്കും. മൂന്നാമത്തേത് അൺഗ്രേറ്റ്ഫുൾ. ഈ ഇൻഡസ്ട്രി ഒരിക്കലും ആർക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കില്ല. ആരുടെ മൂവിയാണ് ഹിറ്റാവുക അവരായിരിക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഇൻഡസ്ട്രി താങ്കൾക്ക് ഡ്യൂ തന്നില്ലെന്ന് തോന്നുന്നു. താങ്കളുടെ ഗദർ 2 മൂവി ഹിറ്റായതിനു ശേഷം താങ്കൾ അതിലൂടെ എല്ലാവരുടെയും വായടപ്പിച്ചിരിക്കുകയാണ്. ഈ കോടതി താങ്കളെ ഒരു കുറ്റവുമില്ലാതെ വെറുതെ വിടും. ഇതുപോലെ തന്നെ സണ്ണി ദിയോൾ തീർച്ചയായും ധാരാളം ഹിറ്റ് സിനിമകൾ നൽകുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയും അദ്ദേഹത്തിന്റെ ആക്ടിംഗിൽ ജനങ്ങളുടെ മനസ്സ് തീർച്ചയായും കീഴടക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങളെ വന്ന് ഞാൻ കാണുന്നതായിരിക്കും പുതിയൊരു അതിഥിയോടൊപ്പം. അതുവരെ നന്ദി, നമസ്കാരം.